ഒരു ഫലിതം ഓർമ്മ വരികയാണ്. ഒരു 12 വയസ്സുകാരൻ ചർച്ചിൽ പോയിട്ട് തിരികെ വന്നു. അപ്പൻ വീട്ടിലിരിക്കുകയാണ്. അപ്പൻ പള്ളിയിൽ പോകുന്ന മനുഷ്യനൊന്നുമല്ല, വല്ലപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയെ പോകത്തുള്ളൂ, പിന്നെ ക്രിസ്മസിനും പോയെന്ന് വരും. വന്നു വെച്ച് പറഞ്ഞു, ഡാഡി, ഈ ഇസ്രായേൽ ജനം നല്ലവരല്ല. എന്താ പറ്റി? ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചു, പള്ളിയിലെ അച്ഛൻ പ്രസംഗിച്ചു, എല്ലാ യുദ്ധത്തിനും ഇസ്രായേൽ മക്കളെയാണ് പറഞ്ഞയക്കുന്നത്. ഇസ്രായേൽ ജനം വീട്ടിൽ ഇരുന്നു മക്കളെ പറഞ്ഞയച്ചു. എന്തുകൊണ്ട്? അപ്പന് വേദോത്സവം അറിയത്തില്ല, വേദോത്സവം പഠിപ്പിച്ചില്ല. ആരാ പഠിപ്പിക്കേണ്ടത്? പാസ്റ്ററല്ല, പട്ടക്കാരനല്ല, സൺഡേ സ്കൂൾ ടീച്ചറല്ല. ആരാണ് പഠിപ്പിക്കേണ്ടത്? മക്കളെ അപ്പൻ പഠിപ്പിക്കണം, അമ്മയുമല്ല. അമ്മ പഠിപ്പിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പൻ പഠിപ്പിക്കണം. വേദോത്സവത്തിനകത്തുണ്ട് കേട്ടോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വിഷയം കണ്ണുനീർ കാണുന്നവനായ ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്നവനായ ദൈവം. വേദോത്സവം കയ്യിലുണ്ടോ? വേദോത്സവം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു സ്പൈറൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് ആണെങ്കിൽ കടലാസ് തുരുമ്പ് പിടിച്ച് കയറി പോകത്തില്ല. നിങ്ങളുടെ 2 പേന ഉണ്ടായിരിക്കണം. ഒരെണ്ണം എഴുതാൻ ഒക്കുന്നില്ല എങ്കിൽ രണ്ടാമത്തേത് ഉപയോഗിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം എവിടെയാണ്? വെളിപ്പാട് പുസ്തകത്തിന് കുറച്ച് മുമ്പിലാണ്, അല്ലെ? കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ കാണാം. 13-ാമത്തെ അധ്യായം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതി, അവരുടെ പേരാണ് ഇസ്രായേൽ മക്കൾ. അതിന് പല പേരുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലെ സഭ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. മരുഭൂമിയിലെ സഭ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പരിച്ഛേദനയേറ്റവർ. അബ്രഹാമിൻ്റെ സമയം മുതലാണ് പരിച്ഛേദന തുടങ്ങിയത്. പരിച്ഛേദനയേറ്റവർ. പുതിയ നിയമത്തിൽ വരുമ്പോൾ മാനസാന്തരപ്പെട്ടവർ, ഹൃദയത്തിന് പരിച്ഛേദനയേറ്റവർ. പഴയ നിയമത്തിൽ ഇസ്രായേൽ, പുതിയ നിയമത്തിൽ ഇസ്രായേൽ. പുതിയ നിയമത്തിലെ ഇസ്രായേൽ നാമാണ്, മാനസാന്തരപ്പെട്ടവരാണ്. ദൈവം യഹൂദന്മാരെ കൈവിട്ടു എന്നല്ല ഞാൻ പറയുന്നത്. ഇല്ല, ദൈവം ഒരിക്കലും യഹൂദന്മാരെ കൈവിടത്തില്ല. കാരണം അവർ പ്രത്യേക വംശമാണ്, പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, യേശുവിൻ്റെ കുടുംബക്കാരാണ്. ദൈവം അവരെ വർഗത്തില്ല. പക്ഷേ നാം പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനം. എപ്പോഴെങ്കിലും ഒരു യഹൂദന് ഗുണം ചെയ്യാൻ ഒക്കുമെങ്കിൽ ഗുണം ചെയ്യണം. ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക, ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും അവരിരുന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ അവരുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുക. എനിക്കൊരു വലിയ സ്വഭാവം വേറൊരു ദൈവദാസനിൽ നിന്ന് കിട്ടിയതാണ്. പാസ്റ്റർ ജോൺ ഓസ്റ്റിനിൽ നിന്ന് കിട്ടിയതായിരിക്കണമെന്ന് എൻ്റെ വിചാരം. ഞാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒരു വിശ്വാസി അവിടെ ഇരിക്കുന്നതെന്ന് കണ്ടാൽ, വിശ്വാസിയാണെന്ന് കണ്ടാൽ ഞാൻ അവരുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യും. അവർക്ക് ചിലപ്പോൾ സങ്കടം വരും, അയ്യോ ഞങ്ങൾ കൊടുക്കാമായിരുന്നു. ഇല്ല, അവർക്ക് ചിലപ്പോൾ എന്നെ അറിയാൻ, അവർ പറയുന്നതൊക്കെ കേൾക്കാം, പി ഒരീശാന്നൊക്കെ ആ മക്കളുടെ കളൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ അവരുടെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യും. എവിടുന്നാണ് പഠിച്ചത്? വേദപുസ്തകത്തിൽ നിന്ന്. ഒരു യഹൂദന് നന്മ ചെയ്യാൻ ഒക്കുമ്പോൾ നന്മ ചെയ്യുക. ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം, ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം, ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ പെട്ടി എടുക്കുന്നതായിരിക്കാം, ഏതെങ്കിലുമൊക്കെ ഗുണം ചെയ്യുക. നിങ്ങളെപ്പോഴെങ്കിലും യെരുശലേമിൽ പോയിട്ടുണ്ടോ? ഇസ്രായേൽ യാത്രയ്ക്ക് പോയിട്ടുണ്ടോ? അവിടെ ചെല്ലാമെങ്കിൽ വിലാപമതിലിൻ്റെ അവിടെ ചിലർ ഇരിപ്പുണ്ട്, രൂപ വാങ്ങിക്കാറുണ്ട്, തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഗുണം ചെയ്യാൻ ഒക്കുമ്പോൾ ഗുണം ചെയ്യുക. പഴയ നിയമത്തിലെ യഹൂദനും ഗുണം ചെയ്യുക, പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിക്ക് ഗുണം ചെയ്യുക. ഒരിക്കൽ ഞാൻ തോംസൺ റെസ്റ്റോറൻറ്റ് തിരുവല്ലയിൽ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തൊരു പട്ടക്കാരനിരിക്കുന്നു. പട്ടക്കാരനെ കണ്ടാൽ അറിയാമല്ലോ നമുക്കല്ലേ, കുപ്പായുള്ളതുകൊണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബില്ലും പേയ്മെൻറ്റ് ചെയ്തു കേട്ടോ. അദ്ദേഹം പിന്നെ വേറെ കുറച്ച് രൂപ എനിക്ക് തന്നു, അത് വേറൊരു കാര്യം. ഗുണം ചെയ്യുക. ഇതാ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. 25-ാം അധ്യായം 40-ാമത്തെ വാക്യം. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ, ആർക്ക്? യഹൂദന്, ഒരുത്തനും നിങ്ങൾ ചെയ്തിടത്തോളമല്ല എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഗുണം ചെയ്യാൻ ഒക്കുന്ന സമയത്ത് ഒരു പഴയ നിയമത്തിലെ യഹൂദനെ കണ്ടാൽ അവന് ചെയ്യുക. പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിക്ക് ഒക്കുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കാൻ ഒക്കുമോ? ഇല്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു പ്രോംപ്റ്റിംഗ് ഉണ്ടാവും, ഒരു പുഷ് ഉണ്ടാവും. ആ സമയത്ത് ചെയ്യാതിരിക്കരുത്. ഇവിടെ നമ്മൾ വായിച്ചു, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. പിന്നെയും അവർ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത പാപം അത് നിറഞ്ഞു വന്നപ്പോൾ, വേദപുസ്തകത്തിനകത്ത് കാണുന്ന സുന്ദരമായ ഒരു പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്ന പാപം, പിന്നെ ചെയ്യുന്ന പാപം, ആ പാനപാത്രം നിറഞ്ഞു കവിയാം. ഇതാ ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഉൽപ്പത്തി 15-16. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല.
അവർ ചെയ്ത പാപം ആ കപ്പ പാനപാത്രം നിറഞ്ഞിട്ടില്ല. യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവീൻ, ചക്ക നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലുതല്ലോ. അല്ലേ? അപ്പം ആദ്യം നമ്മളൊരു പാപം ചെയ്യുന്ന സമയത്ത് ദൈവം മൗനമായിരുന്നു എന്ന് വന്നേക്കാം. പക്ഷേ ആ പാനപാത്രം നിറഞ്ഞു കഴിയുമ്പോൾ പാപത്തിൻ്റെ ഒരു കള്ളം പറഞ്ഞു, പിന്നൊരു കള്ളം പറഞ്ഞു, പിന്നൊരു കള്ളം പറഞ്ഞു, പിന്നൊരു കള്ളം പറഞ്ഞു. ഒരു ദിവസം പാനപാത്രം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം എഴുന്നേക്കും. നമ്മളൊരാൾക്ക് ദോഷം ചെയ്തു, ഒരാളിനെ പറ്റി ദോഷമായിട്ട് സംസാരിച്ചു, ദൈവം മിണ്ടിയില്ല. പിന്നെയും സംസാരിച്ചു, പിന്നെയും സംസാരിച്ചു, പിന്നെയും സംസാരിച്ചു. പക്ഷെ ഒരു ദിവസം ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, പാനപാത്രം നിറയുമ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ എന്ത് പറ്റി? അവിടെ പാനപാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവ അവരെ 40 സംവത്സരത്തോളം ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ നിയമം നമ്മൾ ലംഘിക്കുന്ന സമയത്ത് ഈ നിയമം തന്ന ദൈവമാണ് ന്യായാധിപനായിട്ട്, ജഡ്ജിയായിട്ടിരുന്നുകൊണ്ട് ശിക്ഷ വിധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരിടത്ത് ഒരാളിനെ കൊന്നു. ജഡ്ജി അയാൾക്ക് തൂക്കുമരത്തിന് വിധിച്ചു. വേറൊരിടത്ത് വേറൊരാളിനെ കൊന്നു. അയാൾക്ക് 5 വർഷത്തെ കഠിനത. അതെന്താ കാര്യം? അത് ജഡ്ജിയാണ് നിശ്ചയിക്കുന്നത്. ഇതുപോലെ നിയമം തന്ന ദൈവം നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷ തീരുമാനിക്കും. 2-ാമത്തെ വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം, എന്നാൽ ദാൻ ഗോത്രത്തിലുള്ള സോരാധ്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേര്. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നതുകൊണ്ട്, മച്ചിയായിരുന്നതുകൊണ്ട് പ്രസവിച്ചിരുന്നില്ല. വളരെ സുന്ദരമായ യാക്കോബിൻ്റെ 7-ാമത്തെ മകനാണ് ഈ മനുഷ്യൻ. ആരാണ്? ദാൻ ഗോത്രത്തിലുള്ളവൻ 7-ാമത്തെ വേണം. 49-ാം അധ്യായം ഉൽപ്പത്തി 49-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചാൽ അവന് ശാപമൊന്നുമില്ല. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെവിടെയെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റുകൾ ദൈവത്തോട് ക്ഷമ ചോദിച്ച് ശപിക്കപ്പെടാതിരിക്കുവാൻ. ഇനിയും പറയുന്നത് കേട്ടാണ്, ഞാൻ പറയുന്നത് എഗ്രി ചെയ്തില്ല എന്ന് വരാം. ചില ശാപങ്ങൾ തലമുറകളായിട്ട് നമ്മളെ പിൻപറ്റാം. ചിലർ പറയില്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ രോഗവും ശാപവും എല്ലാം അവൻ വഹിച്ചു, പാപവും രോഗവും ശാപവും വഹിച്ചു. പക്ഷേ എന്നാലും ചില രോഗങ്ങളില്ലേ. അതുപോലെ തന്നെ പ്രായമുള്ള ഒരു ദൈവദാസൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, 50, 60, 70 വയസ്സുള്ള ഒരു ദൈവദാസൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, ഒരു പെന്തിക്കോസ്തിലെ പാസ്റ്ററുടെ ഒക്കെ ചോദിച്ചാട്ടെ, ഒരു പട്ടക്കാരൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, ചില കുടുംബത്തിൽ ശാപങ്ങൾ തുടരുന്നത് കണ്ടിട്ടുണ്ട്. ഉണ്ട്. മൂത്തവിടെ കല്യാണം കഴിഞ്ഞില്ല, 2-ാമത്തോടെ കല്യാണം കഴിഞ്ഞെങ്കിലും അവൾ ഡിവോഴ്സായി, 3-ാമത്തേക്ക് മക്കളില്ല. ഒരേ പാപം തലമുറകളായിട്ട് വരുന്നത് എനിക്കറിയാം. കസിൻസിൻ്റെ പോലും ശാപങ്ങൾ വരുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. എൻ്റെ വിഷയം ഇന്ന് അതല്ലാത്തത് കൊണ്ട് കൂടുതൽ അറിയണമോ? ശാപം വിട്ടൊഴിയുക എന്ന് പറയുന്നതിൻ്റെ ഒരു CD ഉണ്ട്, നിങ്ങൾ കാണണം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കാണാം. 3.5 മണിക്കൂർ നേരത്തെ പ്രസംഗമാണ്. നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സംശയങ്ങൾ മാറിപ്പോത്തക്കവണ്ണം ഞാൻ വിശാലമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹം കൈമാറിയിട്ട് പോകണം. നമ്മുടെ തലമുറകൾക്ക് ശാപം കൈമാറുവാൻ പാടില്ല. പറഞ്ഞിരിക്കുകയാണ്, അവൻ സോരാധ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ സോറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഡാൺ, പ്രഭാതം. ആദ്യത്തെ സൂര്യകിരണം വീഴുന്ന സമയമാണ് ഡാൺ. ഹല്ലേലൂയ. അപ്പം നമുക്ക് നന്മകൾ ഒത്തിരി ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ പേരെടുക്കുന്ന സമയത്ത് പോലും, നമ്മുടെ മക്കൾക്ക് പേരിടുന്ന സമയത്ത് പോലും നല്ല പേരുകൾ ഇടാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പറയുന്നില്ല. കാരണം നിങ്ങളുടെ പലരുടെയും പേരായിരിക്കാൻ നിങ്ങൾ ദുഃഖത്തോടെ നടക്കുവാൻ ഇടയായി തീരരുത്. നല്ല പേരുകൾ, അർത്ഥമുള്ള പേരുകൾ. ഒരു പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ലില്ലി എന്നിട്ടാട്ടെ, അല്ലേ? ലില്ലി പുഷ്പം, അല്ലെങ്കിൽ വർഗീസ് എന്നിട്ടാട്ടെ. എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ പേര് വർഗീസ്. എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാണെന്ന് അറിയാമോ? കർഷകൻ എന്നാണ്. കർഷകൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പേര്. ഞാൻ ഫലിതമായിട്ട് കാര്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരെടുക്കുന്ന സമയത്ത് നല്ല പേരുകൾ, അർത്ഥമുള്ള പേരുകൾ എടുക്കുക. ഒരു പുരുഷനുണ്ടായിരുന്നു. ആരാണ് പുരുഷൻ? തൻ്റെ ഭാര്യയെ നോക്കുന്നവൻ, മക്കളെ നോക്കുന്നവൻ, വീട്ടുകാരെ നോക്കുന്നവൻ, അന്തസ്സുള്ളവൻ, വാങ്ങിയാൽ തിരികെ കൊടുക്കുന്നവൻ, കുടുംബത്തിനും മക്കൾക്കും പേരുദോഷം ഉണ്ടാക്കാത്ത ഉള്ളൊരു മനുഷ്യൻ. അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നു, ഭാര്യയ്ക്ക് മക്കളില്ലായിരുന്നു. കുഴപ്പം അവൻ്റെ അല്ല, അവിടെയാണ്. പക്ഷേ ഈ മനുഷ്യൻ നല്ലവനായിരുന്നു. ഞാൻ തെളിയിച്ചു തരാം. ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടായിട്ടും ഭാര്യയെ ഡിവോഴ്സ് ചെയ്തില്ല. ഭാര്യ എന്നിട്ടും സ്നേഹിച്ചു. അതിനകത്ത് വാക്യങ്ങളുണ്ട്.
ബഹുമാനിച്ചു. വെറും സ്നേഹിക്കുക മാത്രമല്ല, ബഹുമാനിച്ചു. മൂന്നാമത്തെ വാക്യം, ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ വന്ധ്യയല്ലോ. ഞാൻ ചില സ്പീഡ് കൂടുതലെന്ന് പോകുന്നത് ക്ഷമിക്കണം കേട്ടോ, എന്നെ അങ്ങനെ അധികം ഉണ്ടാക്കിയിരിക്കുന്നത്, ചില സ്പീഡ് കൂടുതലാണ് ഞാൻ. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ വന്ധ്യയല്ലോ, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. ആ സ്ത്രീക്ക് പ്രത്യക്ഷനായി. എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് പ്രത്യക്ഷനായി? ആരാ പ്രത്യക്ഷനായത്? ഒരു ദൈവദൂതൻ. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, ഞാൻ പലതും പ്രസംഗിക്കുന്നതൊക്കെ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ്, ഗവേഷണം നടത്തിയിട്ടാണ്. കാരണം ഞാൻ പറയുന്നത് തെറ്റുപറ്റാൻ പാടില്ല. ഒരിക്കൽ ഒരു സാഹിബ് എൻ്റെ പറഞ്ഞു, പ്രാവിന് ഒരു ചിറകിൽ 9 തൂവലും, വലിയ തൂവലും, മറ്റേ ചിറകിൽ 9 തൂവലും, വാലയിൽ 5 തൂവലുമാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം 2 ചിറകിലും എന്തൊക്കെയാണ്? 9 കൃപാവരങ്ങൾ, 9 ഫലങ്ങൾ. കൊള്ളാം. ഇത് രണ്ടും കൂടെ ആയിട്ട് നടക്കണം, അല്ലെ? ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഒരു വശത്തോട്ടേ പോകുന്നുള്ളൂ. പിന്നെ അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ 5 തൂവലുകളാണ്, 5 ശുശ്രൂഷകന്മാർ. എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു പുസ്തകം എഴുതി അബ്രഹാമിൻ്റെ ജീവിതത്തെ പറ്റി. പുസ്തകം പ്രസ്സിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ മോൻ പറഞ്ഞു, ഡാഡി വന്നിട്ട് നമ്മുടെ പ്രാവിനെ വളർത്തുന്നുണ്ടായിരുന്നു, ഈ പ്രാവിനൊന്നൊക്കെ എക്സർസൈസ് കൊടുക്കാം, വ്യായാമം കൊടുക്കാം. ഞങ്ങൾ വെച്ച് പ്രാവിനെ ഓടിച്ചു. ആ പ്രാവ് കറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് നോക്കിയപ്പോഴാണ് 9 അല്ലല്ലോ. ഞാൻ പിടിച്ചിട്ട് എണ്ണി നോക്കിയപ്പോഴത്തേക്ക് 20ലധികം തൂവലുണ്ട് ഒരു ചിറകിൽ, മറ്റേ വാലയിലും ഉണ്ട് ഒത്തിരി. പെട്ടെന്ന് ആ പുസ്തകം എനിക്ക് തിരികെ വാങ്ങിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ റിസർച്ച് ചെയ്യും. കാരണം ഞാൻ പറയുന്നത് തെറ്റുപറ്റാൻ പാടില്ല. ഞാൻ പറയുന്നത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെടുത്ത് പോയി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അപമാനിതരായിത്തീരും. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. ആ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു. ആരായിരിക്കാം പ്രത്യക്ഷപ്പെട്ടത്? വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം മിക്കവാറും ഗബ്രിയേലായിരിക്കാം. കാരണം ഒരു ദൂതുമായിട്ട് പോകുന്നത് ഗബ്രിയേലാണ്, ആരെങ്കിലും രക്ഷിക്കാൻ പോകുന്നത് മിഖായേലാണ്. അതല്ലെങ്കിൽ അവരയക്കുന്ന ഒരു ദൂതനായിരിക്കാം. ആരോ ആയിക്കോട്ടെ, ഗബ്രിയേലാണെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഗബ്രിയേൽ പറഞ്ഞു വെച്ച ഒരാളായിരിക്കാം. ചെന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം, 3-ാമത്തെ വാക്യം വായിക്കാം. ആ സ്ത്രീക്ക് പ്രത്യക്ഷനായ ദൂതനോട് പറഞ്ഞത്, നീ വന്ധ്യയല്ലോ. ഇംഗ്ലീഷിനകത്ത് ബിഹോൾഡ് നൗ എന്നാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ഒരു കാര്യം. ബിഹോൾഡ് നൗ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ വിചാരം, അല്ലേ? ഞാൻ ഈ പേന എടുത്ത് വെച്ച് പറയാനൊക്കത്തില്ല, ബിഹോൾഡ് മൈ പെൻ. എൻ്റെ പേന കണ്ടാലും ബിഹോൾഡ് കണ്ടാലും പറയാനൊക്കത്തില്ല. കാരണം ഇത് 16 20 രൂപ 22 രൂപയുടെ പേനയാണ്. എന്തോ കാണാനുള്ളതാണ്. എന്നാൽ ഞാൻ ആസ്ട്രേലിയയിലായിരിക്കുന്ന സമയത്ത് 2 വർഷത്തിന് മുമ്പ് ഒരു സഹോദരൻ, പേര് പറയുന്നില്ല, ഒരു സഹോദരൻ എനിക്കൊരു പേന അന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ വില കൂടുതലാണ്. എനിക്കറിയാം, ഞാൻ പേര് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, പക്ഷേ കയ്യിൽ ആദ്യമായിട്ട് എടുക്കുകയാണ്. ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് വില കൂടിയതൊന്നും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാം വില കുറഞ്ഞതൊക്കെ, വില മീഡിയം, അല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുത്തു. അവന് വലിയ വില കൂടി പേനയൊക്കെ ചിലപ്പോൾ പ്രയോജനപ്പെടും. വലിയ ആളുകളുടെ കൂടെ ഇരുന്ന ഒരു കോടിക്കണക്കിനുള്ള ഒരു കണക്കിനകത്ത് ഒപ്പിടേണ്ടി വരുന്ന സമയത്ത്, അവൻ്റെ അല്ല, കമ്പനിക്ക് വേണ്ടി അവൻ ഒപ്പിടുന്ന സമയത്ത്, കാരണം അവൻ ഫൈനാൻസിൻ്റെ ഡയറക്ടറാണ്, അവന് വലിയൊരു പേന എടുത്ത് വെച്ചിട്ട് ഒപ്പിടുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവന് കൊടുത്തു. അവനും കണ്ടപ്പോഴേ പറഞ്ഞു, ഡാഡി ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയ ഒരു സഹോദരൻ, കാശ് കൊടുത്തല്ലോ. അല്ല, അവൻ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിനകത്ത് വില അന്വേഷിച്ചു. 40,000 രൂപ, 42,000. ആ പേന എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് പറയാനൊക്കെ, നോക്കിയേ ഈ പേന നോക്കിക്കേ. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, നോക്കിക്കേ, ബിഹോൾഡ് നൗ, ഇപ്പോൾ കണ്ടാലും എന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ കാണണം. മറ്റുള്ളവരെ അല്ല, അവരുടെ കുറ്റമല്ല, അവരുടെ നിറമല്ല, അവരുടെ മുടന്തല്ല. പലരും നമ്മൾ മലയാളികൾക്ക് അങ്ങോട്ട് ദോഷമുണ്ട്. സാഹിബ്മാരോടൊക്കെ ചോദിച്ചാട്ടെ, അവരൊരിക്കലും ഒരാൾ മുടന്തനാണെങ്കിൽ, അയ്യോ അവൻ കണ്ടില്ലേ തളന്തി പോന്നേ, അവൻ ഞൊണ്ടിയായി, അങ്ങനെ പറയത്തില്ല അവർ. ഇല്ല, പറയത്തില്ല, അവരൊരിക്കലും പറയത്തില്ല. അടുത്ത് നിൽക്കുന്നവരൊക്കെ പോലും പറയത്തില്ല. നമ്മളങ്ങനെയല്ല, അയ്യോ നമ്മുടെ അന്നാമ്മയുടെ മോളെ കെട്ടിയവനെ കണ്ടായിരുന്നോ, അവൻ ഞൊണ്ടിയാണ് നടക്കുന്ന ചെറുതായിട്ട്. ഇല്ല, പറയരുത് കേട്ടോ. ഇവിടെ പറയാണ്, ദൈവദൂതൻ പറയാണ്, ബിഹോൾഡ് നൗ. നീ നിന്നെ തന്നെ നോക്കിയാലും, മറ്റുള്ളവരെ അല്ല, അവരുടെ കുറമല്ല, അവരുടെ നിറമല്ല, അവരുടെ മുടന്തല്ല, നിന്നെ തന്നെ നോക്കണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, യേശു പറഞ്ഞതാണ്, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്താ? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ. ഞാനല്ല വിളിച്ചത്, യേശു ക്രിസ്തു വിളിച്ചാണ്. അങ്ങനെ പറയുന്നത് കപടഭക്തിയാണ്.
എന്താ കാര്യം? മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെളിപ്പായി കാണും. നമ്മുടെ കുറ്റങ്ങളില്ലാത്ത, നമുക്കൊന്നും ഇല്ലാഞ്ഞിട്ടാണ് വേറൊരാളുടെ കുറ്റം പറയുന്നത്? അല്ല, നമുക്കെല്ലാവർക്കും കുറ്റമുണ്ട്. വേറൊരാളുടെ കുറ്റമുണ്ട്. അത് കാണിക്കണമെങ്കിൽ ആരോട് പറയണം? അവരോട് നേരിട്ട് എന്ന് പറയണം, അല്ലേ? അതുകൊണ്ട് പറയണം. എന്നിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ നോക്കിയാട്ടെ, നീ മച്ചിയല്ലോ. അതൊരു പരമാർത്ഥമാണ്, സത്യമല്ല. പരമാർത്ഥവും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ദ ട്രൂത്ത്. ഇപ്പം ദൈവദൂതൻ പറയുന്നത് നിന്റെ അവസ്ഥ അതൊരു ഫാക്റ്റാണ്, അതൊരു പരമാർത്ഥമാണ്, എന്നാൽ സത്യമല്ല. സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ഈ വചനത്തിനകത്ത് പറയുന്നതാണ് സത്യം. അതുകൊണ്ട് ദൈവദൂതൻ പറയാണ്, നീ മച്ചിയല്ലോ, അത് ഫാക്റ്റാണ്. ഹല്ലേലൂയ. ഇനി പറയുന്നത് കേട്ടാട്ടെ, സത്യത്തിന് വ്യത്യാസം വരത്തില്ല, എന്നാൽ ഫാക്റ്റിന്, പരമാർത്ഥത്തിന് വ്യത്യാസം വരാം. ദൈവത്തിന് വ്യത്യാസം തരുവാൻ കഴിയും. എന്നിട്ട് പറയുകയാണ്, നീ പ്രസവിച്ചിട്ടുമില്ല, നീ മച്ചിയാണ്, പ്രസവിച്ചിട്ടുമില്ല, ഗർഭം ധരിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നീ പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കാതെ അന്ന് മക്കളുണ്ടാകും. അന്നത്തെ കാലത്ത് പ്രസവിക്കാതെ മക്കളുണ്ടാകാം, അല്ലേ? ഹാഗാറിൻ്റെ അടുക്ക പോയില്ലേ അബ്രഹാം? മക്കളായിരുന്നു. അതുപോലെ തന്നെ യാക്കോബ് എത്ര മക്കളായിരുന്നു? വേറൊരു ദാസികൾ. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഇല്ല നിനക്ക് മക്കളുണ്ട്, നീ പ്രസവിച്ചിട്ടുമില്ല. പക്ഷേ അവൾ ഷോർട്ട് കട്ട് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അവൾ പിടിവാശിയിൽ നിന്ന് കാണും, എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ, ദൈവമേ തന്നേ ഒക്കത്തുള്ളൂ. അവൾ എന്നും പ്രാർത്ഥിക്കുന്നവളായിരിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് വന്ന് പറയാണ്, എങ്കിലും, എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്ക് അടിവരയിടണം, എങ്കിലും നിനക്ക് ഒരു പ്രശ്നമുണ്ടോ? നിന്റെ വിവാഹം നടന്നിട്ടില്ല എങ്കിലും, നിനക്ക് മക്കളില്ല എങ്കിലും, നിനക്ക് വീടില്ല എങ്കിലും, നിനക്ക് സൗന്ദര്യമില്ല എങ്കിലും, നിന്റെ സഭ ചെറുതാണ് എങ്കിലും, നിന്റെ പുരയിടം ചെറുതാണ് എങ്കിലും, നിന്റെ വിദ്യാഭ്യാസം അധികമില്ല എങ്കിലും, നിന്റെ ഇംഗ്ലീഷ് മോശമാണ് എങ്കിലും, നിന്റെ കഴിവുകൾ ചെറുതാണ് എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദാസിയിലൂടെയല്ല, അഡോപ്റ്റ് ചെയ്യുകയുമല്ല. സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ പരമാർത്ഥം മാറ്റി, നിൻ്റെ ഫാക്റ്റ് മാറ്റിയിട്ട് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് സ്വർഗം ദൈവദൂതനെ അയച്ചിരിക്കുകയാണ്. പറയുകയാണ്, നീ ഗർഭം ധരിക്കും, നീ പ്രസവിക്കും, നീ മുല കുടിപ്പിക്കും, നീ വളർത്തിയെടുക്കും. ഹല്ലേലൂയ. നീ ഇത്രയും നാൾ കാത്തിരുന്നത്, നീ പ്രാർത്ഥിച്ചത് നന്നായി. അതുകൊണ്ട് അവളുടെ അടുക്കൽ വന്നേ. കാരണം കരയുന്നത് അവളായിരിക്കാം. അന്നത്തെ കാലത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ കൊച്ചുനാളിൽ പോലും, എനിക്ക് 79 വയസ്സായല്ലോ, 70 വർഷത്തിന് മുമ്പ് പോലും ഒരു സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ അവളെ കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല. ചോറിനാൻ കൊണ്ടുപോകും, പക്ഷെ കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വരത്തില്ല. ഒരു വീഡിയോ ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ അവളെ കാണത്തില്ല, അവളവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ അന്ന് അവൾ ലജ്ജിതയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ലജ്ജ മാറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരാണ്ടോട് സംസാരിക്കുകയാണ്. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് എന്നെ ഇവിടെ ദൈവദൂതനെ പോലെ അയച്ചിരിക്കുന്നു. ദൈവദൂതനായിട്ടല്ല, ദൈവദൂതനെ പോലെ അയച്ചിരിക്കുന്നതോ നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിൻ്റെ ലജ്ജ മായ്ക്കുവാനാണ്. നീ പ്രസവിക്കും, നീ മുല കുടിപ്പിക്കും, നീ വളർത്തിയെടുക്കും. ഹല്ലേലൂയ. ഇത്രയും ദൈവം ചെയ്യും. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. എല്ലാവർക്കും അനുഗ്രഹം വേണം. നീ കുറച്ചുകൂടെ ഭൂമി വേണം, എനിക്ക് കുറച്ചുകൂടെ വീട് വേണം, എനിക്ക് നല്ലൊരു ജോലി വേണം, എൻ്റെ മക്കളെല്ലാം ജോലി പഠിക്കണം. പക്ഷേ നീ ചെയ്യേണ്ടത് പറയുമ്പോഴത്തേക്ക് പറയും, ഇത് ചില കട്ടിയ. 4-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. 4-ാമത്തെ വാക്യം, ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളണം. അനുഗ്രഹം വേണമോ? നീ സൂക്ഷിച്ചു കൊള്ളണം. നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പം നീ വീഞ്ഞു കുടിക്കരുത്. 3 കാര്യങ്ങൾ. നീ വീഞ്ഞു കുടിക്കരുത്, നീ മദ്യം കുടിക്കരുത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ബിയർ അല്ലേ, വില കുറഞ്ഞ, വീര്യം കുറഞ്ഞ മദ്യം കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിക്കരുത് എന്ന് പറഞ്ഞാൽ മൂക്കുപൊടി വലിക്കരുത്. ഇന്നത്തെ കാലത്ത് മൂക്കുപൊടി എന്തായാലും കുറഞ്ഞു വരികയാണ്. വെറ്റ മുറുക്കാൻ തിന്നരുത്, പോയില തിന്നരുത്, പിന്നെന്തുവാ പാൻ മസാല ഇല്ലേ, അത് തിന്നാൻ പാടില്ല. അന്നേരം ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ പറയും, ഇത് വലിയ കട്ടിയാ അല്ലേ. കട്ടിയുള്ള അനുഗ്രഹം വേണമെങ്കിൽ കട്ടിയുള്ള കൽപ്പനകൾ മാനിക്കണം കേട്ടോ. അനുഗ്രഹം വേണമെങ്കിൽ, കട്ടിയുള്ള അനുഗ്രഹം വേണമെങ്കിൽ കട്ടിയുള്ള നിബന്ധന, കട്ടിയുള്ള ഉപദേശങ്ങൾ പാലിക്കണം. ഹല്ലേലൂയ. എടാ, യേശുവിന് വീഞ്ഞു കുടിക്കാം, പുരോഹിതന്മാർക്ക് വീഞ്ഞു കുടിക്കാം, പക്ഷെ നിനക്ക് എന്തുകൊണ്ട് പാടില്ല? കാരണം ഞാൻ പറഞ്ഞുതരാം. നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, നിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത് അതിമഹത്തായ ഒരു അനുഗ്രഹമായതുകൊണ്ട് മറ്റാർക്കും ഇല്ലാത്ത ഒരു കൽപ്പന നിനക്ക് തരികയാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ദൈവം എൻ്റെ അടുക്ക പറഞ്ഞത് എനിക്ക് തോന്നിയതാണ്, എനിക്കറിഞ്ഞൂടാ. ഞാൻ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥ ചെയ്തു. എൻ്റെ വേദപുസ്തകത്തിന് അത് എഴുതിയിട്ടു. ഞാൻ സ്വത്തുണ്ടാക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും വീട് വാങ്ങിക്കാമെങ്കിൽ വാങ്ങിക്കണം,
ഭൂമി വാങ്ങിക്കണം. എൻ്റെ കൂട്ടുവേലക്കാരുടെയൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ഭൂമിയും വീടും തരുന്നെങ്കിൽ വാങ്ങിക്കണം. ഒരിക്കൽ ജോണോസിനെ എന്നെ കണ്ടു വെച്ച് പറഞ്ഞു, വർഗീസ്, ഐ വാണ്ട് ടു ബൈ യു എ ഹൗസ് ആൻഡ് യു മസ്റ്റ് നെയിം ഇറ്റ് നെസ്റ്റ്. ഒരു കിളിക്കൂടെന്ന് പേരിടണം. ഞാൻ വാങ്ങിച്ചില്ല. ജോണോസിന് എനിക്ക് 10 കോട്ട് 10 ലക്ഷം രൂപ തന്നു, ലില്ലിയുടെയും അബിയുടെയും പേര് വീട് വാങ്ങിക്കാനായിട്ട്. ഞാൻ ടീമിൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. ജോൺ ഓസ്റ്റിൻ വന്നു കഴിയുമ്പോൾ ഇതിനപ്പുറത്തൊരു കെട്ടിടമുണ്ട്, അവിടെയാണ് ഞങ്ങളുടെ സ്റ്റാഫൊക്കെ താമസിക്കുന്നത്. അതിൻ്റെ 2ാമത്തെ 3ാമത്തെ നില പണിയാനായിട്ട് രൂപ എൻ്റെ പേരിൽ തന്നതാണ്, സ്വന്തമായിട്ട്. ഞാൻ വാങ്ങിച്ചില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു സംസാരിക്കുമ്പോഴത്തേക്ക്, വർഗീസ് നിൻ്റെ ആവശ്യം എന്തുവാ? ഞാൻ പറഞ്ഞതാണ്, എന്തിനാണ് വീട് പണിയാനായിട്ട്? തന്നു കഴിഞ്ഞാൽ ഞാൻ ഉറക്കം നിലവിളിച്ചു. എൻ്റെ മക്കളൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഉറക്കം നിലവിളിച്ചു. യോസഫ് കരഞ്ഞതുപോലെ കരഞ്ഞു. കാരണം ഒരു വലിയ തുകയാണ് അദ്ദേഹം തരുന്നത്. ഞാൻ നിലവിളിച്ചു. പക്ഷെ അതും ഞാൻ സംഘടനയുടെ പേരിലാണ് വാങ്ങിച്ചത്. ഈ റെക്കോർഡ് ചെയ്യുന്ന ഇതോ മറന്നുപോയി, എത്ര 86 ലക്ഷം രൂപ. 86 ലക്ഷം രൂപ ജോൺ ഓസ്റ്റിൻ ലില്ലിക്കും എൻ്റെ മക്കൾക്കും കൂടെ വീട് പണിയായിട്ട് വന്ന. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്നതല്ല, നീ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ ദൈവം നിനക്ക് കട്ടിയുള്ള ഒരു ഉപദേശം തന്നാൽ മനസ്സിലാക്കണം, ഒരു കട്ടിയുള്ള അനുഗ്രഹം നിനക്ക് വരുന്നുണ്ടാകും. നീ മീശ വെക്കണ്ട, ബാക്കിയുള്ളവർക്ക് വെക്കാം. നീ ലൈറ്റായിട്ടുള്ള ഷർട്ട് തുണി ഇട്ടാൽ മതി. നിനക്ക് ബാക്കി ആർക്കും ഇല്ലാത്ത ചില കൽപ്പനകൾ തന്നാൽ മനസ്സിലായിക്കോണം, കട്ടിയുള്ള അനുഗ്രഹം ഇതിൻ്റെ പുറകെ ഉണ്ട്. 5ാമത്തെ വാക്യം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ തുടങ്ങും. നീ മകനെ പ്രസവിക്കും, നീ അവന് മുല കൊടുക്കും, നീ അവനെ വളർത്തും. ഇനി അതുകൊണ്ട് ചെയ്യണം, നീ വീഞ്ഞു കുടിക്കരുത്. പക്ഷേ അതുപോലെ തന്നെ നീ കൊണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും ചില നിബന്ധനകളുണ്ട്. നിൻ്റെ ശുശ്രൂഷയ്ക്കും കുറേ നിബന്ധനകളുണ്ട്, എൻ്റെ സംഘടനയ്ക്ക് കുറേ നിബന്ധനകളുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് വേണമെന്നില്ല. വേറൊരു സംഘടനയെ നിങ്ങൾ ആളുകളെ എടുക്കത്തില്ല, വേറൊരാൾ സ്ഥാപിച്ച സഭ ഞങ്ങൾ എടുക്കത്തില്ല. അവർ ഞങ്ങളുടെ 10 വേലക്കാരെ എടുത്തെന്ന് വരും, പക്ഷെ ഞങ്ങൾ എടുക്കത്തില്ല. കാരണം എൻ്റെ കുഞ്ഞിനും ചില നിബന്ധനകളുണ്ട്. ഞാൻ വളർത്തിയെടുക്കുന്ന കുഞ്ഞ്, അവൻ്റെ തല ഇതാ പറയുകയാണ്, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ബാക്കിയുള്ളവരുടെയൊക്കെ തൊടാം, അല്ലേ? എന്തുകൊണ്ട്? അവൻ്റെ കൂടെ ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. നാസീർ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ദൈവത്തിന് വേണ്ടി. നാസീർ മസി, വടക്കേ ഇന്ത്യയിലൊക്കെ നല്ല പേരുകളുണ്ട്. നാസീർ മസി എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടവൻ, അർപ്പിത് കാണിക്കും. സംഖ്യാപുസ്തകം 6ന്റെ 2-3 വാക്യങ്ങൾ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷവിധിയുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ, ദീക്ഷ എന്ന് പറയുന്നത് താടിയല്ല, അത് ഒരു സന്യാസമൊക്കെ എടുക്കുന്നതിൻ്റെ പേരാണ് ദീക്ഷ, അല്ലേ? വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം തന്നെത്താന് ചെയ്യുമ്പോൾ. അതുകൊണ്ട് അത് അവൻ്റെ ജോലിയാണ്. അമ്മയപ്പനും പറയാൻ പാടില്ല, എടാ നീ മുറി വയ്ക്കാൻ പാടില്ല, എടാ നീ സുവിശേഷ വേലയ്ക്ക് പോകണം. ഞാൻ ആളുകളൊക്കെ പറയും. ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരാഗ്രഹം തോന്നും, ഈ കുഞ്ഞ് കർത്താവെ ഒരു പട്ടക്കാരനായി തീരണം, കർത്താവെ എൻ്റെ ഈ കുഞ്ഞ് ഒരു സുവിശേഷ വേലക്കാരനായി തീരണം, കർത്താവെ എൻ്റെ ഈ കുഞ്ഞ് ഒരു പാസ്റ്ററായി തീരണം. നല്ലതാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഒക്കെ പറയരുത്. കാരണം ആ കുഞ്ഞ് എന്തെങ്കിലും കാരണം കൊണ്ട് അവനൊരു താല്പര്യം വരുന്നില്ലെങ്കിൽ അവനെന്നും കുറ്റബോധത്തിളക്കും. എൻ്റെ അമ്മ എന്നെ സമർപ്പിച്ചാൽ ഞാൻ പോകാഞ്ഞുകൊണ്ടാണ് എൻ്റെ കാലൊടിഞ്ഞു പോയത്, എൻ്റെ അമ്മ എന്നെ സമർപ്പിച്ചതാണ് ഞാൻ പോകാഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജോലിയിലൊന്നും സ്ഥിരമായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എനിക്ക് നീ 2-3 കുഞ്ഞുങ്ങളെ തന്നില്ല, ഒരാളിനെ വിളിക്കണേ, മനസ്സിൽ പറഞ്ഞാൽ മതി അവനെ വിളിക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുത്തൻ തന്നെത്താനെ സമർപ്പിക്കുന്ന സമയത്ത് അവൻ വീഞ്ഞും മദ്യവും വർജിക്കണം. വീഞ്ഞിൻ്റെ കാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ. വീഞ്ഞിൽ നിന്നാണ്, കള്ളിൽ നിന്നാണ് വിനീഗർ ഉണ്ടാക്കുന്നത്. മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. 5ാമത്തെ വാക്യം, നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തുടരുത്. 7ാമത്തെ വാക്യം, അവസാനത്തെ ഭാഗം, അവൻ്റെ ദൈവത്തിൻ്റെ നാസീർ വ്രതം അവൻ്റെ തലയിലിരിക്കുന്നു. അവൻ്റെ തല മുടി മുറിക്കാത്തത് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ, അവൻ്റെ സമർപ്പണത്തിൻ്റെ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളമാണ്. അപ്പം നമ്മൾ തലമുടി വളർത്തണമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അദൃശ്യമായ സഭ, അദൃശ്യമായ അഭിഷേകം, അദൃശ്യമായ സഭ, അദൃശ്യമായ അനുഗ്രഹം. ഹല്ലേലൂയ. നാസീറായിരിക്കുമ്പോൾ തുടരുകയാണ്. വേദപുസ്തകം പറയുകയാണ്, അവൻ ഇസ്രായേലിനെ, ഇവനെപ്പറ്റി പറയുകയാണ്, അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും, എന്ന് വെച്ചാൽ 40 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഈ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് അമ്മയോട് പറയുകയാണ്, അവൻ രക്ഷിപ്പാൻ തുടങ്ങുക എന്നുള്ളത് ദൈവത്തിൻ്റെ ജോലി. അത് കൊണ്ടു നടക്കുക എന്നുള്ളത് അവൻ്റെ ജോലി. ദൈവം ചെയ്തു തുടങ്ങും, പക്ഷേ അവൻ ചെയ്തു തീർക്കണം.
ഹി ഷുഡ് മെയിൻറ്റെയിൻ ഇറ്റ്. അവനത് നിലനിർത്തണം. 6-ാമത്തെ വാക്ക് മനസ്സിലായോ പറഞ്ഞത്? ഇച്ചിരി വേഗത്തിലായിപ്പോയി അല്ലേ? ദൈവം നിനക്ക് എന്തെങ്കിലും കൃപ തന്നാൽ അത് നീ നിലനിർത്തണം. ഒരിക്കൽ എൻ്റെ മകൻ ബ്ലസ്സൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ദ ഗിഫ്റ്റ്സ് വിൽ ടേക്ക് യു ടു ദ മൗണ്ടൻ ടോപ്പ്, ബട്ട് യുവർ ക്യാരക്ടർ വിൽ കീപ് യു ദെയർ. വളരെ സുന്ദരമായ ഒരു കൊട്ടേഷൻ. വേറെ ആരെങ്കിലും പറഞ്ഞത് അവൻ കോട്ട് ചെയ്തായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നവനിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് പല കൃപകളും തരും. ആ കൃപകൾ നിന്നെ പർവ്വതത്തിൻ്റെ മുകളിലെത്തിക്കും. പക്ഷെ നിൻ്റെ സ്വഭാവ ഗുണം മാത്രമേ നിന്നെ പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തത്തുള്ളൂ. അല്ലെങ്കിൽ നീ അടിവടലയായിട്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിൻ്റെ സ്വഭാവം നീ അത് നിലനിർത്തണം. 6-ാമത്തെ വാക്യം, സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ആകൃതി ഒരു ദൈവദൂതൻ്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തൻ്റെ പേര് അവൻ എന്നോടും പറഞ്ഞില്ല. ഹല്ലേലൂയ. സ്ത്രീ അവൾ നല്ലവളായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരി ആയിരിക്കണം, എൻ്റെ നാട്ടുകാരിയല്ല. അവൾക്ക് സീക്രട്ടില്ലായിരുന്നു, അവൾക്ക് രഹസ്യമില്ലായിരുന്നു. ഭർത്താവ് അറിയാതെ ഒരു രഹസ്യ ചിട്ടി, ഭർത്താവ് അറിയാതെ കുറച്ച് രൂപ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കടം കൊടുക്കുന്നു, എനിക്കറിയാവുന്ന ചെയ്യരുത്. ഭർത്താവും ചെയ്യരുത്, ഭാര്യയും ചെയ്യരുത്. കേട്ടോ, ചെയ്യരുത്. രണ്ടുപേരും കൂടെ. ഞാൻ ആളുടെയൊക്കെ പറയും, ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുക്കൽ രൂപ തരണം, കാരണം നിങ്ങളെ കുറച്ച് രൂപ ഉണ്ടെന്നിരിക്കട്ടെ, 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അറിയുന്ന ചിലർ വരും, അത്യാവശ്യമായിട്ട് തന്നെ കൊടുത്ത് അടുത്ത മാസം തരാം. എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇണയോടുകൂടെ ചോദിക്കുക. രണ്ടുപേരും കൂടി എഗ്രി ചെയ്യാത്തത് കൊടുക്കരുത്, രേഖയില്ലാതെ കൊടുക്കരുത്. അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതാനുള്ള തൻ്റെ ഇടം കൂടെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവൾ ചെന്നു ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് എവിടെയായിരുന്നു? അവൻ വയലിലായിരുന്നു. ആരായി ഇദ്ദേഹം എന്ന് അറിയാൻ വയ്യ. ദൈവദൂതനാണ്. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഗബ്രിയേൽ ഒരു കാർഡൊക്കെ എടുത്തു കൊടുത്ത് പറയാണ്ട് എൻ്റെ പേരാണ് റവറൻഡ് ഗബ്രിയേൽ, ഞാൻ വന്നിരിക്കുകയാണ് ദൈവത്തിൽ നിന്ന്. ഇല്ല, അത് വിചാരിച്ചൊരു ദൈവദൂതനാണ്. കാരണം അവൻ്റെ ഇനിയും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ സംസാരം, അവൻ്റെ നോട്ടം, അവൻ്റെ പെരുമാറ്റം എല്ലാം അവളെ അറിയിച്ചു ഇതൊരു ദൈവദാസനാണ്, ഇതൊരു ദൈവപുരുഷനാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഇൻട്രസ്റ്റ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിനിമാ താരത്തെ പോകും. നിങ്ങൾ കണ്ടൊക്കെ ചോദിക്കുമ്പോഴത്തേനെ കളർ ഇട്ടിരിക്കുന്നത്. കളർ ഇട്ടെങ്കിലും മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യും. കളർ ഇടരുതൊന്നും മേധസ്തുതി ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കളർ ഇടത്തില്ലായിരുന്നു. വെള്ളവസ്ത്രമാരത്തിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യും. എൻ്റെ പെരുമാറ്റം മാന്യമായിട്ടായിരിക്കണം, എൻ്റെ സംസാരം മാന്യമായിട്ടായിരിക്കണം. 3 കാര്യങ്ങളുണ്ട്: വസ്ത്രധാരണം, സംസാരം, നോട്ടം. എന്നിട്ടവിടെ പറയുകയാണ് അവൻ്റെ ആകൃതി. ആകൃതി എന്നുള്ള ഇംഗ്ലീഷിനകത്ത് അപ്പിയറൻസ് എന്നാണ്. അവൻ്റെ ആകൃതി, അവൻ്റെ മുടന്നുണ്ടോന്നൊന്നുമല്ല, കണ്ണിങ്ങനൊന്നുമല്ല, അവൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ: അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ സംസാരം, നോട്ടം. നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ പോയി കഴിയുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ പറയണം ആ മനുഷ്യൻ ദൈവപുരുഷനായിരുന്നു. 10 പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞാലും, 2-3 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാലും, അവിടുത്തെ കൊച്ചു പിള്ളേർ പറയണം അദ്ദേഹം ദൈവപുരുഷനായിരുന്നു. അതുപോലെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം നമുക്ക് നിയന്ത്രിക്കാം. പറയാണ് അത് അതിഭയങ്കരമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരം അല്ല, അതൊന്നല്ല, ആവശ്യം. ഇംഗ്ലീഷിനകത്ത് ഞാൻ വീണ്ടും ഒരു ഉപദേശം കൊടുത്തട്ടെ. നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഒരു വശത്ത് ഇംഗ്ലീഷും ഒരു വശത്ത് മലയാളവും കൂടെ ഉള്ള ഒരു ബൈബിൾ വാങ്ങിക്കാമെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിനകത്ത് ഇല്ലാത്തത് മലയാളത്തിൽ കാണും, മലയാളത്തിൽ ഇല്ലാത്തത് ഇംഗ്ലീഷിൽ കാണും. അപ്പിയറൻസ് വാസ് ഓസം. കാണാൻ ദൈവത്തിൻ്റെ സാന്നിധ്യവനോട് കൂടി ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, നാൽക്കാവിലെ നിൽക്കുകയാണ്. 2-3 പേര് അങ്ങോട്ട് പോകുന്നു. അത് പാസ്റ്ററാണെന്ന് എനിക്കറിയാം, ബൈബിള് കയ്യിലുണ്ട്, ഡ്രസ്സ് കണ്ടപ്പോഴേ എനിക്കറിയാം. അദ്ദേഹം എന്നെ കുറച്ച് നേരം നോക്കി. അന്ന് എന്നെ ആരും അറിയാത്ത കാലമാണ്. അദ്ദേഹം എന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് എൻ്റെ വന്ന് ചോദിച്ചു, സുവിശേഷ വേലക്കാരനാണെന്നോ? ഞാൻ എന്നെ തന്നെ നോക്കി. കളറുള്ള ഷർട്ട്, വില കൂടിയ പാൻറ്, ആരാണ്ട് അയച്ചു തന്നതാണ് കേട്ടോ. എന്നെ കണ്ട ഒരു ഉപദേശിയുടെ യാതൊരു ലക്ഷണവുമില്ല. എൻ്റെ വേദപുസ്തകമില്ല, എൻ്റെ ബാഗില്ല. എൻ്റെ വേറൊരു ബാഗുണ്ട്, സാധാരണ ബിസിനസ്സുകാർ ഉണ്ടാക്കുന്ന ഒരു ബാഗാണ്. പിന്നെ എന്താ കാര്യം? ഞാൻ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു? അല്ല, മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. നീ ഏറെ നേരം പ്രാർത്ഥിക്കാമെങ്കിൽ നിൻ്റെ മുഖഭാവത്തിന് പോലും വ്യത്യാസം വരും. യുവർ അപ്പിയറൻസ് വിൽ ബി ഓസം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 7-ാമത്തെ വാക്യം വായിക്കട്ടെ. 7-ാമത്തെ വാക്യം. അവൻ എന്നോട്, അവൾ പറയുകയാണ്, ഭർത്താവിനോട് പറയുകയാണ്, അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്. നീട്ടി പറയുകയാണ്, വായിക്കുന്നില്ല.
അവൻ പറഞ്ഞത് മാത്രം. അവൾ പറഞ്ഞു കഴിയാറുണ്ട്, ആ വന്നതൊരു ദൈവപുരുഷനാണെന്ന് എനിക്കറിയാം, അയാളുടെ നോട്ടത്തിനകത്തോടെ അയാളുടെ സംസാരത്തിനകത്ത് വസ്തുതത്തിന് അറിയാം. എന്നിട്ട് അവൾ ആ ദൈവദൂതൻ പറഞ്ഞത് മാത്രം പറഞ്ഞു, കൂട്ടി പറഞ്ഞില്ല. പാസ്റ്റർമാർ ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ചിട്ട് ആലോചന പറയുന്നവർ ശ്രദ്ധിക്കണം. നമ്മൾ ആളുകളെ ചതിക്കാൻ പാടില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഒരു കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു, സൂമിനകത്ത് സംസാരിക്കുകയായിരുന്നു, ഒരു ഫാമിലിയോട് മാത്രം. ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, ഞാൻ പ്രവചിച്ച് ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, ഞാനും പ്രവചിച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ ആ തെറ്റിൽ നിന്ന് ഞാൻ പഠിച്ചു. ഇനിയും ഞാൻ ആരോടും, അവർക്ക് മാനനഷ്ടം ഉണ്ടായി, അവർക്ക് പണനഷ്ടം ഉണ്ടായി. അവരുടെ മോൻ്റെ 6 മാസം അവൻ 3 മാസം അവൻ കറങ്ങി നടക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ അബദ്ധം പറ്റിയതല്ല അബദ്ധം, ആ അബദ്ധത്തിൽ നിന്നും പഠിക്കാത്തതാണ് അബദ്ധം. അതുകൊണ്ട് ദൈവദൂതൻ എന്തെങ്കിലും, ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രമേ പറയാവൂ. അല്ലേ പറയാവൂ. ഹല്ലേലൂയ. ഒരാൾ ഒരു സ്ത്രീയെടുക്ക പറഞ്ഞു, ഒരാൾ ഒരു വീട്ടിൽ ചെന്നു, എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ആ സ്ത്രീ, ഒരു സ്ത്രീയെടുക്ക ചെന്നമ്മച്ച് പറഞ്ഞു, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ആ കയറി ചെന്നമ്മച്ച് പറഞ്ഞു, എനിക്കറിയാവുന്ന ചെന്നമ്മച്ച് പറഞ്ഞു, നോക്കിക്കേ, അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിയാകുമ്പം കാറ് വരും, ആ കാറിനകത്ത് കയറി ഞങ്ങളുടെ സഭയിൽ വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ ഭർത്താവ് മരിക്കും, ശവപ്പെട്ടി ഒരുക്കി വെച്ചോ. അവർ പേടിച്ചു പോയി. അന്ന് ഞാൻ അവിടെ ഉണ്ടെന്തായാലും. അവരെന്നെ വിളിച്ചു, അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വരണം, കരച്ചിൽ കേട്ടോണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകണ്ട, ഈ ആഴ്ച പോകണ്ട, പോകണമെങ്കിൽ പിന്നൊരിക്കൽ പോയിക്കോ, ഈ ആഴ്ച പോകണ്ട. കാരണം അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ എൻ്റെ ദൈവം കൊന്നിട്ടല്ല നിന്നോട് തൂത് പറയുന്നേ, ഇല്ല, നീ ഭാവിയൊന്നും അല്ലല്ലോ, പാവത്തിലും ജീവിക്കുമല്ലോ, അല്ലേ, വേറൊരു സഭയിൽ പോന്നു. ഇനിയും പറയുന്നു കേട്ടെ, നാം ആളുകളെ ഭയപ്പെടുത്തിയിട്ടല്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം, നമ്മുടെ സഭയിൽ കൊണ്ടുവരേണ്ട. ദൈവം പറഞ്ഞത് മാത്രം പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം മാത്രം പറയുക. 8ാമത്തെ വാക്യം, മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 1ാമത്തെ കാര്യം, അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോവാ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? അമ്മയപ്പന്മാരോടൊക്കെ ചോദിക്കാം, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ MBBSകാരാക്കിയിരിക്കാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എൻജിനീയർ ആക്കിയിരിക്കാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ IASകാരാക്കിയിരിക്കാം, നിങ്ങളുടെ മക്കൾക്ക് നീ പൈലറ്റ് ലൈസൻസ് വാങ്ങിച്ചു കൊടുത്തിരിക്കാം. പക്ഷേ ഇതല്ല വലിയ സമ്പത്ത്. യഥാർത്ഥ സമ്പത്ത് അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യെങ്കിൽ അപ്പൻ്റെ കുഴപ്പമാണ്, അപ്പൻ്റെ കുഴപ്പമാണ്. അപ്പൻ്റെ ജോലിയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഓർത്തഡോക്സുകാരനായ അന്നത്തെ കാലത്ത് യാക്കോബായുള്ളൂ, എൻ്റെ അപ്പനാണ് ഞങ്ങളെ മക്കളെ 7 പേരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. 7 പേരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, എല്ലാ ദിവസവും വൈകുന്നേരം 7 പേരും പ്രാർത്ഥിക്കണം. അത് കഴിയുമ്പോൾ അമ്മച്ചിയോ പപ്പായോ പ്രാർത്ഥിക്കും, അടുത്ത ദിവസം വേറെ ആൾ. പക്ഷേ 7 മക്കളെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞാനൊരിക്കൽ ഒരു സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ടർ മരിച്ചുപോയി. ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് മരിച്ചു, ആശുപത്രിയിൽ. എനിക്ക് ഉച്ചയ്ക്ക് വിളിച്ച് കുറച്ച് രൂപയൊക്കെ തന്നു. വേറൊരു വിദേശ രാജ്യത്താണ്, മലയാളി. കുറച്ച് രൂപയൊക്കെ തന്നു, വേറൊരു സാധനമൊക്കെ തരാൻ നോക്കി. ഞാൻ പറഞ്ഞു, അത് കൊണ്ടുപോകാൻ എനിക്ക് വലിയ പ്രയാസമാണ്, വെയിറ്റുള്ള സാധനമാണ്, വേണ്ട. എനിക്ക് വലിയ ഉപയോഗമുള്ളതാണ്, പക്ഷേ കൊണ്ടുപോകാനൊക്കത്തില്ല, ഒരു ഫിലിം പ്രോജക്റ്റാണ്, വേണ്ട. ശരി, ഞാനിങ്ങനെ പോരുന്നു. കുറച്ച് കഴിഞ്ഞ് ഫോൺ വന്നു, അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഞാൻ അവിടെ ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ആ മനുഷ്യൻ മരിച്ചു. ഞാൻ കണ്ടു മെഷീനകത്ത് ഇങ്ങനെ ലൈൻ പോന്നു, കയറി ഇങ്ങനെ പോന്നു, പെട്ടെന്ന് ബ്രേക്കായി. എനിക്ക് മനസ്സിലായി മരിച്ചത്. അദ്ദേഹം വെളിയിൽ വന്നിട്ട്, ഡോക്ടർ വെളിയിലോട്ട് വന്നു കഴിഞ്ഞു. ഡോക്ടർ മലയാളിയാണ്. ഡോക്ടർ വെളിയിലോട്ട് വന്ന് പറഞ്ഞു, ഇതാരാണ്? അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സോട്, അദ്ദേഹത്തിൻ്റെ മോനോടുണ്ട്, 10-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ. പറഞ്ഞു, ഐ എം വെരി സാഡ് ടു ടെൽ യു, യുവർ ഫാദർ ജസ്റ്റ് പാസ്ഡ് അവേ. നിന്നോട് പറയുന്നത് എനിക്ക് സങ്കടമുണ്ട്, നിൻ്റെ അപ്പൻ ഇപ്പോൾ മരിച്ചുപോയി. അവൻ കഴിയാൻ തുടങ്ങി. അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഞാൻ അവനെ വിളിച്ചു, വെളിയിലോട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ കാർ എവിടെ? അവിടെ നിൽക്കും. പറഞ്ഞു, കയറുകാരനകത്ത്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കരുത്, ദൈവം നിനക്ക് ബലം തരാനായിട്ട്. കാരണം നിനക്ക് അമ്മയുണ്ട്, യൗവനക്കാരത്തിയായ അമ്മ. എത്ര വയസ്സ് വേണം അമ്മയ്ക്ക്? 45 വയസ്സാണ്, 50 വയസ്സിന് താഴെ. ഞാൻ കണ്ടതാണ് അമ്മയെ നേരത്തെ. ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പം കണ്ടതാണ്. നിൻ്റെ അമ്മ യൗവനക്കാരത്തിയാണ്, നിനക്ക് 2 സഹോദരിമാരുണ്ട്, അവരെ ആരെ ആശ്വസിപ്പിക്കും? ഞാൻ എങ്ങനെ ആശ്വസിക്കും? എൻ്റെ പെങ്ങന്മാരെ ആര് കെട്ടിക്കും? എനിക്ക് എവിടുന്ന്? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോട്ടെ. ആ കൊച്ചൻ, എൻ്റെ സപ്പോർട്ടറായ മോൻ കൊച്ചൻ ഒരു പരമാർത്ഥം പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞു. എനിക്ക് അവൻ്റെ അപ്പനോട് ദേഷ്യം വന്നു, അവൻ്റെ അമ്മയോട് ദേഷ്യം വന്നു, അവൻ്റെ പള്ളിയിലെ പട്ടക്കാരനോട് എനിക്ക് ദേഷ്യം വന്നു. അവരുടെ രൂപ വാങ്ങിച്ചിട്ട് എന്ത് പ്രയോജനം? അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല.
ഞാൻ പറഞ്ഞു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അതെന്തുവാ അതും അറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. അവനെ കൊണ്ട് ആ കാറിലിരുത്തി അവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു തരാം പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു കൊടുത്തോളം പ്രാർത്ഥിച്ചു. യേശുവേ എന്നോട് കൃപ തോന്നണമേ, എൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ, എൻ്റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ബലം തരണമേ കർത്താവേ, അവരെ ആശ്വസിപ്പിക്കാൻ ബലം തരണമേ. പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു കാർ സ്റ്റാർട്ട് ചെയ്യും, വീട്ടിലോട്ട് പോകാം. വെളിയിലായതുകൊണ്ട് നമുക്ക് ശവശരീരത്തോടാൻ അവകാശമില്ല. അവന് വീട്ടിലോട്ട് പോകാം. ഞാൻ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അവൻ അവിടോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയും പെങ്ങന്മാരും കൂടെ ഓടി വന്നു. അവർ വിവരം അറിയണമല്ലോ. ഓടി വന്നു, മോനെ എന്തുകൊണ്ട് വിശേഷം? ഞാൻ ആ കൊച്ചൻ്റെ മുഖത്തോട്ട് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മി വിഷമിക്കരുത്, മമ്മി കരയരുത്, പെങ്ങളെ അമ്മാമ്മേ കരയരുത്, ഇളയ പെങ്ങളൊക്കെ പറഞ്ഞു കരയരുത്, ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം. അപ്പച്ചനില്ല, പക്ഷെ ഞാനുണ്ടോ. ഞാൻ വിചാരിച്ചോളാം ധൈര്യം എവിടെ നിന്ന് കിട്ടി. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. 2-3 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ശവടക്കിൽ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ശവശരീരം വെച്ചിരിക്കുകയാണ്. ആ കൊച്ചൻ അവിടെ നിൽപ്പുണ്ട്. അവിടെയൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ നല്ലപോലെ ഡ്രസ്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി, ശവശരീരത്തോട്ട് കൊച്ചൻ്റെ മുഖത്തോട്ട് നോക്കി. കൊച്ചൻ എൻ്റെ ഒരു ഒറ്റ വാചകം പറഞ്ഞു, താങ്ക് യു, നന്ദി. എന്തോത്തിന് നന്ദി? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേനും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ അച്ചായ പറയുന്നത് കേട്ടാട്ട്, അമ്മാമ്മയെ പറയുന്നത് കേട്ടാട്ട്. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, ചോറ് കൊടുത്താൽ പോരാ, മസിൽ കൊടുത്താൽ പോരാ, ഒരു വീട് പണിത് കൊടുത്താൽ പോരാ, പിന്നെ എന്ത് വേണം? അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. സ്വത്തില്ലാത്ത മനുഷ്യൻ ഞാൻ. എൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 3 മുണ്ടുണ്ട്, 5-6 പാൻറ്റുണ്ട്, 10-15 ഷർട്ടുണ്ട്. ടി വിക്കകത്ത് പ്രസംഗിക്കേണ്ടി വേണ്ട ഷർട്ട് കൂടുതലുള്ളത്. എൻ്റെ മക്കൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലേലും എനിക്കൊരു കാര്യമറിയാം, അവർക്കെല്ലാവർക്കും സകലർക്കും പ്രാർത്ഥിക്കാൻ അറിയാം, സകല ആവശ്യത്തിനും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാത്ത, ഹല്ലേലൂയ, പുരുഷൻ വെറും ഒരു ചീത്ത പറയട്ടെ, തന്തയാണ് എന്ന് പറഞ്ഞ ജന്മം കൊടുത്തവനാണ്, മാതാപിതാക്കളല്ല, പിതാവല്ല, അപ്പനല്ല. ഒരു അപ്പൻ എന്ന് പറയുന്നത് ആരാണ്? അമ്മയെന്ന് പറയുന്നത് ആരാണ്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അവരാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് ചുമതലയുണ്ട്. ചുമതല ചെയ്തു തീർക്കുവാൻ മാത്രം മാതാപിതാക്കളായാൽ പോരാ, പിന്നെയോ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ അമ്മയപ്പന്മാർ, തന്തയും തള്ളയുമല്ല, അമ്മയപ്പന്മാർ, ജന്മം കൊടുത്തവനും ജന്മം പ്രസവിച്ചോടുമല്ല മാതാപിതാക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അയാൾ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്ങനെ പ്രാർത്ഥിച്ചേ? മലയാളത്തിൽ എങ്ങനെയാണ്? കർത്താവേ. ഇംഗ്ലീഷിനകത്ത് അങ്ങനെയല്ല, ഓ മൈ ലോഡ്. 8-ാമത്തെ വാക്യം, മനോഹോ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാണ്ടിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിനകത്ത് ഓ മൈ ലോഡ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു നിലവിളിയായിരുന്നു. വെറുതെ പ്രാർത്ഥിക്കുകയല്ല. നമുക്ക് പല വിധത്തിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ എൻ്റെ കർത്താവേ, നീ പറയുന്നിടത്തൊക്കെ ഞാൻ പൊയ്ക്കോളാം കർത്താവേ, നീ എനിക്കൊരു മോനെ തന്നാൽ മതി കർത്താവേ, ഞാൻ അവനെ ദൈവം അതല്ല കേൾക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു പ്രാർത്ഥന, ഓ മൈ ലോഡ്. 2-ാമത്തെ കാര്യം, എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഭാര്യയുടെ അടുക്കൽ വന്ന ദൈവപുരുഷൻ, മാലാഖയാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല, ദൈവദൂതനാണെന്ന് അറിയത്തില്ല, ആരും ഒരു പാസ്റ്ററാണെന്ന് വിചാരിച്ച് പറഞ്ഞു, ഓ മൈ ഗോഡ്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു നിലവിളി. എന്നിട്ട് പറയാം, ആ ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വരട്ടെ. അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഒരിക്കൽ ചെയ്തത് വീണ്ടും ചെയ്യും. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. എന്താ? ദൈവം ഒരിക്കൽ എനിക്ക് വേണ്ടി ചെയ്തതാ, ഒരിക്കൽ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തതാ, ഒരിക്കൽ PG വർഗീസിന് വേണ്ടി ചെയ്തതാ, ഒരിക്കൽ വേറൊരു ദൈവദാസന് വേണ്ടി ചെയ്തതാ, അവൻ വീണ്ടും ചെയ്തതാ. എൻ്റെ ദൈവം ആരാണെന്ന് അറിയാമോ? എൻ്റെ ദൈവം ഒരിക്കൽ ചെയ്തത് വീണ്ടും ചെയ്യുന്നവനാണ്. പറയാണ്, ഞങ്ങളുടെ അടുക്കൽ വന്ന ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ നാട്ടുകാരനായിരിക്കാം. ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നെങ്കിൽ എന്തോ പ്രാർത്ഥിച്ചതെന്ന് അറിയാം. സ്വോത്രം ഒരു കൊച്ചനെ തരാൻ പോകുമെന്ന് പറഞ്ഞു. സ്വോത്രം കർത്താവെ, ഏതെങ്കിലും ഒരു MBBS ഗവൺമെൻറ് കോളേജിൽ രൂപ കൊടുക്കാതെ അഡ്മിഷനുള്ളൊന്ന് റിസർവ് ചെയ്തേക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പേരൻറ്റിങ്, മാതാപിതാക്കളാകുവാനുള്ള, ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും പേരൻറ്റിങ്ങിൻ്റെ, എവിടെയെങ്കിലും അമ്മയപ്പന്മാർ ചുമതലകളെപ്പറ്റി ഒരു സെമിനാർ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. സൂമിനകത്തായിരിക്കും അറ്റൻഡ് ചെയ്യണം. പലരും അറ്റൻഡ് ചെയ്യത്തില്ല. ഒരിക്കൽ ഞാൻ ഒരിടത്ത് ചെന്ന്, ഞാനും എൻ്റെ മോളും കൂടെ, എൻ്റെ മൂത്ത 2 പെൺമക്കളും തെറാപ്പിസ്റ്റാണ്, ഫാമിലി തെറാപ്പിസ്റ്റുമാണ്, ഡോക്ടറേറ്റ് ഉള്ളവരാണ് അതിനകത്ത്, ആ വിഷയത്തിനകത്ത്. എൻ്റെ മൂത്ത മോളും കൂടെ ഒരു സഭയിൽ ചെന്നു. ഞാൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ആനി ക്ലാസ് എടുക്കുന്നതായിരിക്കും കുടുംബസമാധാനം.
അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരുടെയൊക്കെ വീട്ടിലാണോ കുടുംബത്തിനകത്ത് വഴക്കുള്ളത് അവരെല്ലാവരും വരണം. ഞാൻ പറഞ്ഞു, തെറ്റ്. വഴക്കുണ്ടാകരുതെന്ന് ആഗ്രഹമുള്ളവർ വരണം. സോമിനാഥുണ്ടോ? അറ്റൻഡ് ചെയ്യണം. കുറച്ചുകൂടെ ഞാനൊരു ഫാമിലി സെമിനാറിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. രൂപ കൊടുത്തു വെച്ചു. 1 മണിക്കൂർ നേരത്തേക്ക് 1000 രൂപയാ. അവരുടെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴും അവരുടെയൊക്കെ പറഞ്ഞു, അങ്കിളിന് 79 വയസ്സുണ്ട്. അങ്കിള് ഫാമിലി കുടുംബജീവിതത്തെപ്പറ്റി 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്കിൾ ക്ലാസ് എന്താ കാര്യം? ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. അവർ എഴുതി വെച്ച് പറഞ്ഞു, അങ്കിൾ 3 പ്രാവശ്യം പറഞ്ഞല്ലോ, ഐ വാണ്ട് ടു ബി എ ബെറ്റർ ഹസ്ബൻഡ്, ഐ വാണ്ട് ടു ബി എ ബെറ്റർ ഫാദർ, ഐ വാണ്ട് ടു ബി എ ബെറ്റർ ഫാദർ ഇൻ ലോ, ഐ വാണ്ട് ടു ബി എ ബെറ്റർ ഗ്രാൻഡ് ഫാദർ. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന നിലയിലായിരുന്ന പോരാ, കുറച്ചുകൂടെ. എന്തിനാ കാരണം? കാരണം എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം ഉണ്ടാകണം, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകണം, എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ സംതൃപ്തി ഉണ്ടാകണം. ഹല്ലേലൂയ. അതുണ്ടായി കഴിയുമ്പോൾ എനിക്കും ഉണ്ടാകും. നിങ്ങൾ എഴുതിയെടുത്തോ. അവരുടെ സംതൃപ്തി, അവരുടെ സന്തോഷം, അവരുടെ സമാധാനം എനിക്ക് സംതൃപ്തിയും സമാധാനവും തരുന്നു. ഹല്ലേലൂയ. ഒരിടത്ത് ഒരു ഭാര്യ പറഞ്ഞത് കേട്ടാട്ടെ. എനിക്ക് ഫോൺ ചെയ്ത് വെച്ച് പറയാം, എനിക്ക് വൈകുന്നേരം ഞാൻ ഫോൺ എടുക്കാം, നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 0124406571 വൈകുന്നേരം 6നും 8നും എന്നെ ഇടയ്ക്ക് എന്നെ വിളിക്കുക, ഞാൻ ഫോൺ എടുക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് സംസാരിക്കാം. ഒരു സ്ത്രീ ഫോൺ ചെയ്തെന്ന് ചോദിക്കാം, എൻ്റെ ഭർത്താവ് ഗൾഫിൽ അവധിക്ക് വരുന്നെന്ന് പറഞ്ഞ് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണേ, വരല്ലേ എന്ന്. എന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അടിയും ബഹളവും വഴക്കും ഒക്കെ ആയിരിക്കും, വരല്ലേ. ഒരു ഭാര്യയുടെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, അപ്പുറത്തെ വേറൊരു വീട്ടിലെ കാര്യം പറയാണ്. വേറൊരിടത്ത് ഒരു ഭാര്യ പറയാം, എൻ്റെ ഭർത്താവ് അവധിക്ക് വരുമോ, എന്തിനാ വരുന്നറിയാം, എനിക്ക് ഇന്ന് വരെ സമാധാനം തന്നിട്ടില്ല, എനിക്കൊരു വകയും കൊണ്ട് തന്നിട്ടില്ല. കല്യാണം കഴിച്ചപ്പോഴെങ്ങാണ്ട് ഒരു സാരി ഒരു വളയം വാങ്ങിച്ചു തന്നാൽ പിന്നെ ഇന്ന് വരെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെന്തിനാ ഭർത്താവായിരിക്കുന്നത്? ഒരിടത്തൊരു ഭർത്താവ്, എനിക്കറിയാവുന്നൊരു കാര്യമേ, ഭർത്താവും ഭാര്യയും കൂടെ വഴക്കുണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ അയാൾ വിഷമെടുത്ത് ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു. ഏതാണ്ട് നെല്ലിനൊക്കെ അടിക്കാനുള്ള വിഷം, എനിക്കറിയാവുന്ന. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിഷം കുടിക്കാൻ പോവാം. അവൾ പറഞ്ഞു, കുടിച്ചോ, ആർക്കാ നഷ്ടം? അത് കുടിച്ചു ചത്തു. കാരണം അവരുടെ വിചാരം അയാൾ ജീവിച്ചിരിക്കുന്നേക്കാൾ ചത്താണ്. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ സംതൃപ്തിയാണോ? നിങ്ങളുടെ ഭാര്യ അവർക്ക് സമാധാനമുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് അവർക്ക് അനുഗ്രഹമുണ്ടോ? നിങ്ങൾ സംതൃപ്തരാണോ? ഞാൻ ശാരീരിക സംതൃപ്തിയെ പറ്റി അല്ല പറയുന്നത്, മനസ്സിനകത്തെ സംതൃപ്തി. ഹല്ലേലൂയ. മനോഹയ്ക്ക് അറിയേണ്ടതാ, എൻ്റെ ദൈവമേ ഒരിക്കലൂടെ ആ ദൈവപുരുഷൻ വരണമേ, ഞങ്ങൾക്കൊരു കൊച്ചുണ്ടാകുമ്പോൾ ആ കൊച്ചിനെ എങ്ങനെ വളർത്തണമെന്ന് പറയണം. ഹല്ലേലൂയ. അവനൊരു മാതൃകയായിട്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടുന്ന വിധത്തിൽ വളർത്തുവാൻ എന്നെ സഹായിക്കണമേ. അവർക്കൊരു മാതൃകയായിട്ട് ജീവിക്കുവാൻ, ഞാൻ നടക്കുന്നത്, ഞാൻ ചിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ വേറൊരു പുരുഷൻ്റെ ഒക്കെ സംസാരിക്കുന്നത്, ഞാൻ വേറൊരു സ്ത്രീയുടെ സംസാരിക്കുന്നത് എൻ്റെ മക്കൾക്കൊരിക്കലും ഒരു തടങ്കൽ പാറയാകാൻ ഇടയായി തീരരുത്. പിന്നെയോ അവർക്കൊരു മാതൃകയായിട്ട് ജീവിക്കുവാൻ. 9ാമത്തെ വാക്യം. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ദൈവം ആരാണ്? പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നവൾ വയലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേൾക്കുമോ? കേൾക്കും. മറുപടി തരുമോ? 3 വിധത്തിലുള്ള മറുപടി കൊണ്ട് നിങ്ങൾക്കറിയാം. എന്നാ പിടിച്ചോ ഇപ്പം തന്നെ. 2 കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. 3 ഞാൻ തരത്തില്ല. പക്ഷെ എല്ലാ പ്രാർത്ഥനയും കേൾക്കും. എന്നാൽ ചില പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. ഇതാ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് കേട്ടാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, ഒന്നായിട്ട് പറയപ്പെട്ടാൽ, അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 20 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 2 പേരും കൂടെ ഒന്നിച്ചായിരുന്നു വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം അവരുടെ മധ്യത്തിൽ വരത്തുള്ളൂ. സാധാരണ എല്ലായിടത്തും കൂടി കർത്താവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും 2 3 പേർ കൂടി വന്നാൽ അവിടെ എല്ലാം നീ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ഐകമത്യപ്പെട്ട് കഴിഞ്ഞു. വേദവസ്തുവോട് തുറന്നു നോക്കിയാട്ടെ. 19-ാമത്തെ വാക്യം നിവൃത്തിയാക്കി കഴിയുമ്പോഴാണ് 20-ാമത്തെ അധ്യായം വാക്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഐക്യമത്യത്തിൽ വരണം. വീട്ടിലുള്ളവർ ഐകമത്യത്തിൽ വരണം. സഭയിലുള്ളവർ ഐകമത്യത്തിൽ വരണം. പ്രയർ ഗ്രൂപ്പിനകത്തുള്ള ഐകമത്യത്തിൽ വരണം. എല്ലാവരും ഐകമത്യത്തിൽ വരുത്തില്ല, പക്ഷേ എൻ്റെ ലീഡർഷിപ്പിലുള്ളവർ ഐകമത്യത്തിൽ വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ
അവൻ ഒറ്റയ്ക്കുള്ള ഒരു പ്രാർത്ഥന. ഒന്ന്, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. ഏതാ? എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്. രണ്ട്, ഐക്യതയിലുള്ള പ്രാർത്ഥന. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകം 9:3 പറയുന്നു, ഞാൻ ഉപവസിച്ചും. 19-ാമത്തെ വാക്യം, ഓ കർത്താവേ കേൾക്കണമേ. കണ്ടോ അവൻ്റെ നിലവിളി, ഓ കർത്താവ്. ഉപവസിച്ചിട്ട് പ്രാർത്ഥിക്കണം, ഓ കർത്താവ്. ഹൃദയത്തിൻ്റെ അടുത്തുള്ള നിലവിളി. മോശ പ്രാർത്ഥിച്ചു, യഹൂദായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓ യഹോവേ. ആവർത്തന പുസ്തകം 33:7. ഓ ഒരു നിലവിളി. ശലോമോൻ ദൈവാലയം സമർപ്പിക്കുന്ന സമയത്ത് 1 രാജാക്കന്മാർ 8:28, ഓ ലോർഡ് മൈ ഗോഡ്. ഹല്ലേലൂയ. 52-ലും 53-ലും കാണാം, ഓ മൈ ഗോഡ്. നമ്മുടെ കുഞ്ഞ് രോഗിയാവുമ്പം മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അതുപോലെ പിന്നെയോ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു നിലവിളി വരണം, കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണമേ. എൻ്റെ കർത്താവേ, പിഴയായി കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടേ, അതിന് മുമ്പേ പ്രാർത്ഥിക്കുക. ഞാനൊരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ച് പഠിപ്പിച്ചു, രാത്രി എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കണം. ഒരാളല്ല പലരും ഉണ്ടൊക്കെ പറഞ്ഞ് രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരത്തില്ല. ഞാൻ പറഞ്ഞു, മക്കൾ പിഴയായിട്ട് ഉറങ്ങാതെ കിടക്കുന്നതിനേക്കാൾ നല്ലത് മക്കൾ നേരെയായിരിക്കുന്ന സമയത്ത് ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമല്ലയോ? നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ഓ ലോർഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ രാജാവിനെ കാണുന്ന സമയത്ത് രാജാവിന് എന്നോട് കൃപ തോന്നണം, എന്നോട് ഫേവർ തോന്നണം. അവൻ്റെ പ്രാർത്ഥന ഇവിടെ വായിക്കുകയാണ്. ദൈവദൂതനൊക്കെ പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. എനിക്കത് മനസ്സിലായില്ല. പ്രാർത്ഥിച്ചത് മനോവ, ദൈവദൂതൻ വരുന്നത് അവളുടെ അടുക്കൽ. ആദ്യം വന്ന് എനിക്ക് മനസ്സിലായി, കാരണം കരയുന്ന അവളാണ്. അവൾക്കൊരു കല്യാണത്തിന് പോകാനൊക്കത്തില്ല, ഒരു വീടിൻ്റെ ഡെഡിക്കേഷന് പോകാനൊക്കത്തില്ല. ആളുകളൊക്കെ അവളെ കണ്ടുമച്ച് പറയും, എടി മച്ചി എന്ന് പുറകിലെങ്കിലും വിളിച്ചാണ്. അവൾ കരഞ്ഞു കാണും. കരയുന്നവളുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നു. ഇവിടെ പ്രാർത്ഥിച്ചത് അവൻ, എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഞാൻ പറഞ്ഞുതരാം. മനോവ അവിടെ ഇല്ലായിരുന്നു. 2 പേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ചു, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു വെച്ചാൽ അവൻ പറഞ്ഞു, ഞാൻ കാളെ പൂട്ടിയിട്ട് പക്ഷേ അവനങ്ങ് പോയി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കാത്തിരിക്കണം മറുപടിക്ക് വേണ്ടി. എക്സ്പെക്റ്റ്. പുനലൂർ തൊളിക്കോട് ഒരു മർത്തോമപ്പള്ളിയുണ്ട്. പഴയ കാലത്ത് ഒരു മർത്തോമപ്പള്ളി, ഒരു യാക്കോപ്പള്ളി ഉള്ളൂ. വിളക്കുവട്ടത്ത് യാക്കോപ്പള്ളി, തൊളിക്കോട് മർത്തോമപ്പള്ളി. അവിടുത്തെ അച്ഛൻ ഉമ്മനച്ഛൻ, KG ഉമ്മനച്ഛൻ, കാട്ടുനിലത്ത് ഉമ്മനച്ഛൻ എൻ്റെ പപ്പായുടെ കസിനാണ്, 2ോ 3ോ കസിനാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞും വെച്ച് അദ്ദേഹത്തെ കാണാൻ പോയി. ഭക്തനായ ഒരു മനുഷ്യൻ, റോഡിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന പട്ടക്കാരൻ, കൂടെ മിഷണറി യാത്രയിൽ ചെങ്കോട്ടയ്ക്ക് പോകുന്ന, പുനലൂരിനപ്പുറത്താണ് ചെങ്കോട്ട, അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിനെ കാണാൻ പോയി. അദ്ദേഹത്തിന് വലിയ സന്തോഷം. ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാമെന്നാണ്. പുൽപ്പ അവിടെ ഇരിക്കുന്നു. അവിടെ പുൽപ്പായ കട വെച്ചിരിക്കുക കേട്ടോ, അടുത്ത് ഇട്ടാട്ടെ. അദ്ദേഹം കസേരയ്ക്ക് പ്രായമുള്ള മനുഷ്യനാണ്. ഞാൻ പുൽപ്പ വിരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാം, പുൽപ്പ വലിച്ചെടുത്ത്. അദ്ദേഹം പറഞ്ഞു, നോ വെയിറ്റ്. നമ്മൾ ഇതുവരെ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു, ഇനി നമുക്ക് അല്പനേരം മൗനമായിരിക്കാം. ദൈവമേ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആദ്യമായിട്ട് കാത്തിരിക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കാൻ പഠിപ്പിച്ച അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ട ഒരു ആർട്ടാണ് ഇന്നത്തെ കാലത്ത്, നഷ്ടപ്പെട്ട ഒരു ആർട്ട്. ഇറ്റ് ഈസ് എ ലോസ്റ്റ് ആർട്ട്. വി ഡോണ്ട് വെയിറ്റ് ടു ഹിയർ ഫ്രം ഗാഡ്. നഷ്ടപ്പെട്ട ഒരു പ്രാക്ടീസ്. നമ്മൾ കാത്തിരിക്കുന്നില്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചു പോയി. പ്രാർത്ഥിക്കുന്നില്ലയോ? പ്രാർത്ഥിച്ചു. പക്ഷെ കാത്തിരുന്നു ദൈവശബ്ദം കേൾക്കാൻ? ഇല്ല. കാത്തിരിക്കുമ്പോഴേ ദൈവം സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല. നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിനക്കൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം. 10-ാമത്തെ വാക്യം, ഉടനെ സ്ത്രീ ഓടിച്ചെന്ന്, ഓടുന്നവളായിരുന്നു, എനിക്ക് ഓടുന്നവരെ വലിയ ഇഷ്ടമാണ്, പ്രസംഗിച്ചിട്ടുണ്ട്, ഇനിയും പിന്നെ പ്രസംഗിക്കാം. അവൾ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എൻ്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവനോട് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞു, അവൾക്ക് സീക്രറ്റ് ഒന്നുമില്ലായിരുന്നു, ഭർത്താവ് അറിയാത്ത യാതൊരു ബിസിനസ്സും ഇല്ലായിരുന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം പറയേണ്ടാത്തത് പറയണമെന്നല്ല, വിശദീകരിക്കാം. വിചാരിച്ച ഒരു വീട്ടിലെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അമ്മായിയമ്മ മരുമോളെ ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ അമ്മായിമ്മ അങ്ങ് പറഞ്ഞു പോയതാ, പറയാൻ പാടില്ല. അങ്ങ് പറഞ്ഞു, എടീ എനിക്ക് നിന്നെ അറിയാവടി, നിൻ്റെ അമ്മ ഇങ്ങനെ അല്ലായിരുന്നു ഓടി. എൻ്റെ മോനും അത്ര നല്ലവനൊന്നും അല്ല, അവൻ്റെയും കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നു. PG വർഗീസ് പറഞ്ഞല്ലയോ രഹസ്യമൊന്നും പാടില്ലെന്ന്.
അതുകൊണ്ട് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ പറയാം, അച്ഛനോടിരുന്ന് എനിക്ക് ചില കാര്യങ്ങൾ അമ്മ പറഞ്ഞ് കേൾക്കണം, എൻ്റെ അമ്മയും പറഞ്ഞ് നിങ്ങളുടെയും കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്. ഒളിച്ചുകളി പാടില്ല. പറയേണ്ടത് മാത്രം പറയുക, ഒളിച്ചുകളി പാടില്ല. 10ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അവൾ ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, രഹസ്യമില്ലാത്ത സ്ത്രീ. 11ാമത്തെ വാക്യം, സുന്ദരമായ വാക്യം. നിങ്ങൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. മനോ ഉടനെ എഴുന്നേറ്റു. അവന് ഉടനെ എളുപ്പം ചെയ്യുന്നതിനായിരിക്കണം. അനുസരിക്കുന്നത് പിന്നീടല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷൻ പറയട്ടെ, നമ്മൾ സാധാരണ പഴഞ്ചൊല്ലാണ്, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം ചെയ്യണം. ഈ മനുഷ്യൻ പറഞ്ഞ എന്നാൽ ഞാൻ കളയൊക്കെ പൂട്ടി കഴിയുമ്പോൾ വൈകുന്നേരം പിന്നെ ഒന്നുകൂടെ കാണാൻ അടുക്ക പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ, ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക. അല്ല ഉള്ളൂ. അയാളും ചെന്നു, ഭാര്യയോട് കൂടെ ചെന്ന് ആ പുരുഷൻ്റെ അടുക്കലെത്തി. ആ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു, ഭാര്യയോടുകൂടെ ചെന്ന. ഇംഗ്ലീഷിനകത്ത് സുന്ദരമാണ്. എനിക്ക് ഇംഗ്ലീഷും മലയാളവും വെച്ച് വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവിടെ എഴുതിക്കുന്നത് അവിടെ പുറകെ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവളായിരുന്നു മുമ്പേ പോയത്. ഓടി വന്നവൾ ഓടിപ്പോന്ന് ഭർത്താവ് പുറകെ വന്ന്. ഞാനിത് കണ്ടു വിചാരിച്ചു, എൻ്റെ മരങ്കോന്താ ഇവിടെ താണങ്ങളായ തൻ്റെ ഇടം വേണ്ടായോ? ഭാര്യയുടെ പുറകെ എന്തിനാ പോകുന്നേ? ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു, മനോ എന്നെ പഠിപ്പിച്ചു. ഒരു സ്ത്രീ ഭർത്താവിനെ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ പുറകെ പോയിട്ട് കുഴപ്പമില്ല. പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ മരുമകൾ പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അവരും നിങ്ങളെ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നെങ്കിൽ അവരോട് പോകണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരോട് പോകാൻ പാടില്ല. ഹല്ലേലൂയ. ചെന്നും വെച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളാണോ എൻ്റെ ഭാര്യയുടെ അടുക്കൽ സംസാരിച്ചത്? അല്ലേ? അയാൾ പറഞ്ഞു, ഞാൻ തന്നെ. നീ പറഞ്ഞു കേട്ടാട്ടെ, വിശുദ്ധ ജീവിതമുള്ള മനുഷ്യൻ ഒരു ധൈര്യശാലിയായിരിക്കും. നിങ്ങളൊരു ധൈര്യശാലി ആയിരിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണും വിശുദ്ധിയുള്ളതായിരിക്കട്ടെ, നിങ്ങളുടെ കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കട്ടെ. അതുകൊണ്ട് ധൈര്യശാലി ആയിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ തന്നെ ധൈര്യശാലി. 12ാമത്തെ വാക്യം, മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആദ്യം പ്രാർത്ഥിച്ചത് തന്നെ അവൻ്റെ ചോദ്യം ഇപ്പോഴും. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ MBBS അല്ല, എഞ്ചിനീയർ അല്ല, IAS, അതൊക്കെ വേറൊരു കാര്യം. അവനെ എങ്ങനെ വളർത്തണം, മക്കളെ എങ്ങനെ വളർത്തണം ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കണം. ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കണം, ക്രിസ്തീയ പുസ്തകങ്ങൾ വായിക്കണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ചോദിച്ചു. 13ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഞാൻ അവളോട് പറഞ്ഞതെല്ലാം കുറച്ചല്ല, ഒക്കുന്നത് മാത്രമല്ല, ഒക്കുന്നതേ ചെയ്യാനൊക്കത്തുള്ളൂ എനിക്കറിയാം, പക്ഷേ ആ പറഞ്ഞതെല്ലാം അവൾക്ക് ചെയ്യാൻ ഒക്കുന്നതാ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അതെല്ലാം കൽപ്പിക്കുന്നതൊക്കെയും ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. 14ാമത്തെ വാക്യം, മുന്തിരി വള്ളിയിലുണ്ടാകുന്ന 15ാമത്തെ വാക്യം, മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങളൊരു കോലാട്ടിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമേ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ നിങ്ങളുടെ നാട്ടുകാരനാണ്, തീർച്ചയായിട്ടും എൻ്റെ നാട്ടുകാരനല്ല. അനുഗ്രഹം വരാൻ പോകുന്നില്ലയോ, ആൺകൊച്ചുണ്ടാകാൻ പോകുന്നില്ലയോ, അവൻ നല്ലവനായി തരുമല്ലയോ, അവൻ പ്രത്യേക ശുശ്രൂഷകനായി തരുമല്ലയോ, ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകം പേർക്ക്, ഞങ്ങളുടെ നാട്ടുകാരാരും കേൾക്കുന്നെങ്കിൽ പിണങ്ങരുത് കേട്ടോ, ഞാൻ അതൊരു ഫലിതമായിട്ടങ്ങ് പറയുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. ദശാംശം കൊടുക്കാത്ത ക്രിസ്ത്യാനികളെ എനിക്കറിയാം, ദൈവദാസന്മാർക്ക് ചോറ് കൊടുക്കാത്ത ദൈവദാസന്മാരെ എനിക്കറിയാം, ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കാത്ത, ഞാൻ ഭിക്ഷ കൊടുക്കാത്ത മനുഷ്യനാണ്, ഭിക്ഷ കൊടുക്കത്തില്ല. കാരണമുണ്ട്. ഞാൻ വായിച്ചു, തിരുവനന്തപുരത്തെ, കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചതേ ഉള്ളൂ എൻ്റെ രാവിലത്തെ വാട്സപ്പ് മെസ്സേജിനകത്ത്. തിരുവനന്തപുരത്തെ ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു ദിവസത്തെ വരുമാനം 2200 രൂപ. ഒരു ദിവസത്തെ വരുമാനം 2200 രൂപ. ഡൽഹിയിൽ അതിലും കൂടുതലാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ ദിവസം, ശനിയാഴ്ച ഹിന്ദുക്കളുടെ ദിവസം. അതുകൊണ്ട് ആ ദിവസങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഭിക്ഷ കൊടുക്കാറില്ല. എനിക്കറിയാം അവരുടെ രൂപ എവിടെ പോകുന്നു. അതിനകത്ത് വലിയ ബോംബെയിൽ പല കെട്ടിടങ്ങളുള്ള ഭിക്ഷക്കാരുണ്ട്. പോട്ടെ, ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് ഞാൻ ഭിക്ഷ കൊടുക്കുന്നില്ല. പക്ഷെ ഒരാളിന് വിദ്യാഭ്യാസം കൊടുക്കാൻ നോക്കുന്നു, ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ നോക്കുന്നു, ഒരാൾക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്നു, വേറൊരാൾക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നു, ഒരു വിധവയ്ക്കൊരു പുതപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ താമസിക്കുന്നിടത്ത് 20 സെക്യൂരിറ്റി ഗാർഡുണ്ട്. 4 കെട്ടിടത്തിനകത്തായിട്ട് 20 സെക്യൂരിറ്റി ഗാർഡുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും ഓരോ ഗ്ലൗസ്, ഈ കയ്യിലെടുത്ത്, തണുപ്പിൽ ഭയങ്കര തണുപ്പാണ് അവിടെ കേട്ടോ, ഭയങ്കര തണുപ്പാണ്. എല്ലാവർക്കും ഓരോ ഗ്ലൗസ് വാങ്ങിച്ചു കൊടുത്തു. എന്താ കാര്യം?
എൻ്റെ വേദോത്സവത്തിൽ നിന്ന് പഠിച്ചതാണ്. അവൻ്റെ തണുക്കുന്ന, അവൻ രാവിലെ നിന്ന് വിറയ്ക്കുന്നത് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ കാണുന്നു. അതുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മളെ ഭിക്ഷ കൊടുത്തില്ലെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരെയൊക്കെ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു, പോലെ ഞാൻ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരട്ടെ, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരട്ടെ, എന്തെങ്കിലും കൊടുക്കാൻ ഒരാഗ്രഹം. നമ്മൾ ഈ ആട്ടിൻകുട്ടി എന്ന് വിചാരിക്കുമ്പോൾ ഇച്ചിരിയുള്ള ആട്ടിൻകുട്ടി, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ 1 വയസ്സ് പ്രായമുള്ള ആടാണ്. ഒരാടിനകത്ത് ഏറ്റവും അതിൻ്റെ പ്രൈം ലൈഫാണ്. ഏറ്റവും നല്ല ആരോഗ്യമുള്ള, നല്ല ഇറച്ചിയുള്ള ഒരാടിനെ. കാള എന്ന് പറയുമ്പോൾ, ഒരു കാളയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് 3 വയസ്സുള്ള കാളയാണ്. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കണേ, ഞാൻ പോയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ, 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നല്ലത് കൊടുക്കാൻ ഒരു ആഗ്രഹമുള്ള വ്യക്തി. കൊടുക്കാൻ ഒരാഗ്രഹം ഉണ്ടാകണം. എൻ്റെ കൊച്ചുമക്കളെ ഞാൻ ആദ്യം കാലത്തോട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ദൈവദാസന്മാർ വരുമ്പോൾ ഞാൻ അവരെ കൊണ്ട് രൂപ കൊടുപ്പിക്കുന്നത്, എണ്ണീട്ട് കൊടുപ്പിക്കാൻ നോക്കും. കുറഞ്ഞ തുകയാണെങ്കിൽ എണ്ണിക്കത്തില്ല, നല്ല തുകയാണെങ്കിൽ, കാരണം അവർ പഠിക്കണം. ഞങ്ങളുടെ വീട്ടിൽ വഞ്ചിയുണ്ട്. എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്തെ മുറിയിൽ എൻ്റെ മുറിക്കകത്ത് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. എവിടെയെങ്കിലും പോയി വെച്ച് വരുമ്പം കിട്ടുന്ന ചില്ലറയൊക്കെ ഞാൻ അതിനകത്തിടുന്നു. എൻ്റെ മക്കൾ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്തും അപ്പുറത്തെ വീട്ടിൽ താമസിക്കുമ്പോഴും ആരെങ്കിലും വന്ന് ചോറുണ്ണാൻ വന്നു കഴിഞ്ഞാൽ, ചോറുണ്ട് കഴിയുമ്പോൾ അവർ ചെന്ന് കഴിയുമ്പോൾ ഈ വഞ്ചിയും കൊണ്ട് എന്ന് വെച്ച് പറയും, ഇതിനകത്ത് ഓഫറിങ് കിട്ടാട്ടെ. ഒരിക്കൽ ജോൺ താന്നിക്കൽ എന്ന് പറഞ്ഞ ദൈവദാസം വന്ന് വെച്ച് പറയും, ചാപ്പാട് എന്ന് വെച്ച് രൂപ ചോദിക്കുന്നത്. അപ്പോഴാണ് പിന്നെ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ചർച്ച് ബിൽഡിംഗ് ഫണ്ട് ഇൻ ഒറീസ. അയാൾ പറഞ്ഞ് ഞാൻ തരാം, 100 രൂപ അദ്ദേഹം. അന്നത്തെ കാലത്ത് 100 രൂപ. ഹല്ലേലൂയ. കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം. അവരുടെ കഴിവനുസരിച്ച്, അതിനപ്പുറത്ത് കൊടുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. കൊടുക്കാൻ ആഗ്രഹം. 16-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുന്നെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ മനോഹ അറിഞ്ഞിരുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് കേട്ടാട്ടെ. ഞാനും നീയും ശ്രദ്ധിക്കണം. കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന് കൊടുക്കണം, വേറെ ആർക്കുമല്ല. 19-ാമത്തെ വാക്യം കൂടെ കേട്ടാട്ടെ. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻ കുട്ടിയെ ഭോജനയാഗത്തോടുകൂടെ കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ദൈവദൂതൻ പറഞ്ഞതുപോലെ. ദൈവത്തിൻ്റെ വചനം എന്തുവാ പറയുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കണം. മനോഹവും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയ്ക്ക് കൊടുക്കണം. വല്യപ്പച്ചനല്ല, വല്യമ്മച്ചയ്ക്കല്ല കൊടുക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ പപ്പായുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് വല്യപ്പച്ചന് വർഷത്തിലൊരിക്കൽ നല്ലതുപോലെ കുത്തരിച്ചോറും കോഴിയിറച്ചിയും 2 പൂവമ്പഴവും നല്ല കൂടുതൽ പാലൊഴിച്ച പാൽക്കാപ്പിയും കൂടെ കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട്, എന്താ വല്യപ്പച്ചൻ ചത്തിട്ട് അയാൾക്ക് വർഷത്തിലൊരിക്കലേ വിശക്കത്തുള്ളൂ, ബാക്കിയുള്ള ദിവസം വിശക്കത്തില്ല? നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് പഠിച്ചതാണ്, അല്ലേ? വേറെ മതക്കാരിൽ നിന്ന് പഠിച്ചതായിരിക്കാം. നമ്മളത് ചെയ്യാൻ പാടില്ല. കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന് മാത്രം കേട്ടോ. വല്യപ്പച്ചനല്ല, നിങ്ങൾ പണമല്ലേ? നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നോട്ട് ചെയ്യാൻ പാടില്ല. എൻ്റെ വേദപുസ്തകത്തിന് എതിരാണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് കേട്ടാട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ പറയുന്നത് കേട്ടാട്ടെ. കൊടുക്കുന്നെങ്കിൽ യഹോവയ്ക്ക്, പുണ്യവാളനുമല്ല, യഹോവയ്ക്ക് മാത്രം കൊടുക്കണം. 20, 21, 22 വാക്യങ്ങൾ. അഗ്നിജ്വാല ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു, പേടിച്ചുപോയി. 21 വാക്യം, യഹോവയുടെ ദൂതൻ മനോഹയ്ക്ക് ഭാര്യയ്ക്ക് പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്നും മനോഹ അറിഞ്ഞു. അപ്പോഴറിയുന്നത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു, കാരണം ഇതിനകത്ത് അങ്ങ് കയറിപ്പോയി. 22-ാമത്തെ വാക്യം, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഭോജനയാഗവും എന്ന് പറഞ്ഞാൽ തീയിട്ടില്ല, കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തെ ആകാശമൊന്നും തീ ഇറങ്ങി വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ദൂതനാണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അയ്യോ നമ്മൾ ചത്തുപോകും. ഇനി പറയുന്നത് കേട്ടാട്ടെ. നെഗറ്റീവായിട്ട് സംസാരിക്കരുത്, നിഷേധാത്മകമായിട്ട് സംസാരിക്കരുത്, ശാപത്തിൻ്റെ വാക്കുകൾ പറയരുത്, കഷ്ടത്തിൻ്റെ വാക്കുകൾ പറയരുത്, പരാജയത്തിൻ്റെ വാക്കുകൾ പറയരുത്, പട്ടിണിയുടെ വാക്കുകൾ പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങളെ ബാധിക്കാം, നിങ്ങളുടെ മക്കളെ ബാധിക്കാം, നിങ്ങളുടെ വീടിനെ ബാധിക്കാം, നിങ്ങളുടെ സഭയെ ബാധിക്കാം, നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കാം, നിങ്ങളുടെ കൃഷിഭൂമിയെ ബാധിക്കാം. അതുകൊണ്ട് എന്ത് പറയരുത്. നീ മുടങ്ങി പോടാ, നീ മഴിക്കത്തില്ലടാ, നീ നോക്കിക്കടോ, നീ റോഡെ കൂടെ തെണ്ടി നടക്കാൻ ഇടയായിട്ടോ പറയരുത്. ഇല്ല, ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ 2 വെണ്ട എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, കൃഷി, ഒരു വെണ്ട അവിടെ നടുക, ഒരു വെണ്ട ഇവിടെ നടുക. നിങ്ങൾ ഇപ്പുറത്തെ വെണ്ട എടുക്ക ചെന്ന് കഴിഞ്ഞ് വെച്ച് പറയാം, വേണ്ടേ നീ സുന്ദരിയാകട്ടെ, നിന്നെ എൻ്റെ വീട്ടിൽ കിട്ടിയത് ഭാഗ്യമായിപ്പോൾ, എൻ്റെ നല്ല വേണ്ട ഉമ്മ കുറച്ച് സ്നേഹത്തിൽ കുറേ വാക്കുകൾ പറഞ്ഞാൽ. ഇപ്പുറത്തെ വേണ്ട എടുക്ക ചെന്ന് കഴിപ്പിച്ചു, മുടിഞ്ഞു പോട്ടെ, നീ എന്തിനാ ഇവിടെ വന്നേ, അങ്ങ് ചത്തു പോട്ടെ. 1 മാസം കഴിയുമ്പോൾ അതിനെ ശ്രദ്ധിച്ചാട്ടെ.
ഇത് തഴച്ച് വളരാൻ തുടങ്ങും. സയൻറ്റിസ്റ്റുമാർ പറയുന്ന 2 പശുക്കളൊക്കെ പറഞ്ഞാട്ടെ, ഒന്നിൻ്റെ പാല് കൂടും, മറ്റേതിൻ്റെ പാല് കുറയും. അതുകൊണ്ട് പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളോട്, നിങ്ങളുടെ ശരീരത്തോട്, നിങ്ങളുടെ വീടിനോട്, നിങ്ങളുടെ വാഷിംഗ് മെഷീനോട്, നിങ്ങളുടെ കാറിനോട്, നിങ്ങളുടെ പേഴ്സിനോട് സംസാരിക്കരുത്. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം. അന്നേരം ഭാര്യ എന്താ പറഞ്ഞു? എൻ്റെ ദൈവമേ, ഇയാളെ കെട്ടാനുള്ള ഗതികേട് എനിക്കുണ്ടായല്ലോ. ഇതിനേക്കാൾ നല്ലതാണ് ആദ്യം വന്ന കല്യാണാലോചന, അയാളുടെ കൂടെ പോയാൽ മതിയായിരുന്നു. ഈ സ്ത്രീ എൻ്റെ നാട്ടുകാരിയല്ലായിരുന്നു, നിങ്ങളുടെ നാട്ടുകാരായിരുന്നു. അതെന്ന് ചിലപ്പോൾ ഇനി പറഞ്ഞു കേട്ടെ, ചിലപ്പോൾ നിൻ്റെ ഭർത്താവിന്, ചിലപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് നിരാശ വരാം, വേദന വരാം, വിഷാദം വരാം. ആ സമയത്ത് ഭാര്യ മറ്റേ ഇണ, മറ്റേ തുണ, വിഷാദിച്ചിരിക്കുന്നവരേക്കാൾ, വേദനയോടെ ഇരിക്കുന്നവരേക്കാൾ, ദുഃഖത്തോടെ ഇരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവരേക്കാൾ എന്താ പറയണം? പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുക. ഹല്ലേലൂയ. എൻകറേജ് ചെയ്യുക, തല പിടിച്ച് ഉയർത്തുക. ഹല്ലേലൂയ. എനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്. എവിടെ വെച്ചായിരുന്നു? ഈ വീട്ടിലാണെന്ന് തോന്നുന്നു, താഴത്തെ വീട്ടിലാണ്, എവിടെയാണ്. ഞാൻ നിരാശനായിട്ട്, ഞാൻ അങ്ങനെ നിരാശപ്പെടത്തില്ല. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അപ്പോഴത്തേക്ക് 2-3-4 വാക്യങ്ങൾ ഓർക്കും, എൻ്റെ നിരാശ അങ്ങ് മാറിപ്പോകും. പക്ഷെ അന്നത്തെ നിരാശ വലുതായിരുന്നു. ഞാൻ ആഹാരം കുറച്ച് കഴിച്ച് പോയി കിടന്നു. ഞാൻ അവിടെ കിടന്ന് ശ്വാസമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലില്ലിയുടെ അടുക്കൽ വന്നു. ഭാര്യ ഭർത്താവ് ചിന്തിച്ചാട്ടെ, എൻ്റെ അടുക്കൽ വന്നിരുന്നു. എൻ്റെ നെഞ്ചത്ത് കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചായൻ ഇങ്ങനെ കിടക്കാനുള്ളതല്ല. അച്ചായൻ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. അച്ചായൻ ആരാണെന്നറിയാമോ? ദൈവം തിരഞ്ഞെടുത്താണ്. അച്ചായൻ ആരാണെന്നറിയാമോ? യഹൂദയുടെ സിംഹം അച്ചായൻ. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുള്ളത്. എന്താ കാര്യം? എൻ്റെ ഇണ എന്നെ പ്രോത്സാഹിപ്പിച്ചത് കാരണം. എൻ്റെ കൂടപ്പുറപ്പേൻ്റെ ശബ്ദം കേൾക്കുക. നിൻ്റെ ഇണ നിരാശനായി കഴിയുമ്പോൾ, നിൻ്റെ തുണ വേദനയിലായിരിക്കുമ്പോൾ, ആ പ്രയാസത്തിന് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇയാളെ കെട്ടിയല്ലോ, എവിടെയാണോ കെട്ടിയത് എന്ന് പറയാതെ പ്രോത്സാഹിപ്പിക്കുക. 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ, ദൈവത്തിൻ്റെ വചനം പോലെ തന്നെ സംഭവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ശിംശോൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സാംസൺ എന്നാണ്. സാംസൺ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയുള്ളവൻ. നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടണം. ഹല്ലേലൂയ. പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. ദൈവം പറഞ്ഞതുപോലെ ദൈവം ചെയ്തു തുടങ്ങി. സോരയ്ക്കും എസ്തായേലിനും മധ്യയുള്ള മഹാദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. പഴയ നിയമത്തിൽ വരുന്നു, പോന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അത് നദി പോലെ വരുന്നു, ഒഴുകിക്കൊണ്ടേയിരിക്കും, നിറവിന് ഒഴുകിക്കൊണ്ടേയിരിക്കും, വന്നു പോവുകയല്ല. പിന്നെയോ അതെപ്പോഴും കാണും. ആരാണ് ശിംശോൻ? അവൻ സോര എന്ന് പറഞ്ഞ ദേശക്കാരൻ. അവൻ ദാൻ ഗോത്രക്കാരൻ. ഇത് ഫിലിസ്ത്യരുടെ ദേശത്തിൻ്റെ അതിർത്തിയാണ്. ശത്രുവിനെ തോൽപ്പിക്കാൻ അവരുടെ ഇടയിൽ നിന്നും ദൈവം ഒരാളിനെ എഴുന്നേൽപ്പിച്ചാണ്. മനസ്സിലായോ? ശത്രുവിനെ തോൽപ്പിക്കാൻ ദൂരെ നിന്നൊരാളിനെ കൊണ്ടുവരികയല്ല, അവരുടെ അതിരിൽ നിന്ന് ദൈവം ഒരാളിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ത്യയുടെ സുശേഷീകരണത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു ഇന്ത്യക്കാരനായിരിക്കും, ബില്ലി ഗ്രഹാമിനെ ആയിരിക്കത്തില്ല. ഒരു ഇന്ത്യക്കാരനെ എഴുന്നേൽപ്പിച്ചാൽ പോകാതിരിക്കുമ്പോഴായിരിക്കും ദൈവത്തിന് വേറൊരു ദേശത്തു നിന്ന് ഒരാളിനെ കൊണ്ടുവരേണ്ട ആവശ്യം. എൻ്റെ ദൈവം നിങ്ങൾ ആരെയോ വിളിക്കുകയാണ്. വടക്കേ ഇന്ത്യക്ക് പോകുക, കാശ്മീരിലേക്ക് പോകുക, പഞ്ചാബിലേക്ക് പോകുക, ബീഹാറിലേക്ക് പോകുക, നേപ്പാളിലേക്ക് പോകുക, ഒറീസയിലേക്ക് പോകുക, മഹാരാഷ്ട്രയിലേക്ക് പോകുക. നമ്മൾ പോകാത്തതിനാലാണ് വേല നടക്കാത്തത്. ദൈവം എഴുന്നേൽപ്പിച്ചു. ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവരെ എഴുന്നേൽപ്പിച്ചു. ശത്രുവിനെ തോൽപ്പിക്കാൻ അവരുടെ ഇടയിൽ നിന്ന് ഒരാളിനെ എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവൻ ആത്മിക ബലം കൊടുത്തു. ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തു. പക്ഷേ അവനത് നിലനിർത്തിയില്ല. അവൻ യൗവനക്കാരനായി കഴിഞ്ഞപ്പോൾ അവന് ദൈവം കൊടുത്ത കൃപാവരങ്ങൾ അവൻ നഷ്ടപ്പെടുത്തി. ദൈവം കൊടുത്തത് അവൻ ദുരുപയോഗപ്പെടുത്തി. ഈ തെറ്റ് നിനക്ക് സംഭവിക്കരുത്. നിന്റെ ശരീരഘടന, നിന്റെ പാട്ട്, നിന്റെ പ്രസംഗം, നിന്റെ സൗന്ദര്യം, നിന്റെ സമ്പത്ത്, നിന്റെ കാറ്, നിന്റെ ജോലി, നിന്റെ അഭിഷേകം നീ ദുരുപയോഗപ്പെടുത്തരുത് കേട്ടോ. ആരാണ്ടോടൊക്കെ ഞാൻ സംസാരിക്കുകയാണ്. ഹി റൂയിൻഡ് ഹിംസെൽഫ്. അവൻ ഇതൊക്കെ ദുർവിനിയോഗം ചെയ്തപ്പോൾ അവൻ തന്നെത്താനാണ് നശിച്ചു പോയത്. 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ്റെ കണ്ണിനകത്തോട് അവൻ പാപം ചെയ്യാൻ തുടങ്ങി. ഫിലിസ്ത്യ പെൺകുട്ടിയെ കണ്ടു. 2-ാമത്തെ വാക്യം. അവൻ വന്ന് തൻ്റെ അപ്പനോടും അമ്മയോടും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫിലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പലരെയും കാണും.
കല്യാണം കഴിക്കാത്തവരുടെയൊക്കെ പറയട്ടെ, കല്യാണം കഴിച്ചവരുടെയൊക്കെ പറയട്ടെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പം നമുക്ക് നമ്മുടെ ഭാവനയിലുള്ള ഒരു പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് വരാം. നമ്മുടെ ഭാവന ചിലപ്പോൾ അവിടെ പേര് ഐഷ ബീവി എന്നായിരിക്കാം, അല്ലെങ്കിൽ കല്യാണിക്കുട്ടി എന്നായിരിക്കാം. നമ്മുടെ ഭാവനയിലുള്ള ഒരു പെണ്ണിനെ പോലെ, അല്ലെങ്കിൽ ഒരു മോഹൻലാൽ എന്നുള്ള ഒരു പേര് ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് അവളെ തന്നെ ഇംഗ്ലീഷിനകത്ത് എങ്ങനെ ഗെറ്റ് ഹെർ ഫോർ മീ. ഇന്ന് പല പെൺകുട്ടികളും പല പുരുഷന്മാരും ഇതാണ്, എനിക്ക് അവളെ മതി, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ചുമ്മാ പറയാം കേട്ടോ, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചോടിപ്പാൻ പ്ലാൻ ഇടുക. ഹല്ലേലൂയ. അഭിഷേകം പോയാലും വേണ്ടിയില്ല, അവന് കണ്ണിന് രസിച്ചവളെ വേണമെന്നുള്ള വാശി പിടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് യഹൂദയെ പറ്റി കാണാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവനും ഈ അബദ്ധം കാണിച്ചു. ആരാണ് യഹൂദ? ദൈവത്തിൻ്റെ, ദാവീദിൻ്റെ പിതാവായിട്ട് വല്യപ്പച്ചനായിട്ട് ദൈവം തിരഞ്ഞെടുത്തവൻ, അനുഗ്രഹം മാത്രം കിട്ടിയവൻ. അവനും പോഷത്വം കാണിച്ചു. എന്താണ്? അവന് ഒരു കനാന്യൻ്റെ മകളെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കും അവളെ വേണം. അവൻ്റെ മകനും തന്നെ തെറ്റ് ചെയ്തു. നീ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഒരു ബഷീറിനെ കെട്ടി, വേറൊരുത്തൻ നിന്റെ മോൻ പോയിട്ട് വേറെ ഒരുത്തെ കെട്ടിയാലോ? ചന്തപ്പോഴാ മീൻ വിൽക്കാൻ ഒരു പെണ്ണിരിക്കുന്നു, അവളെ കെട്ടിയാലോ? നീ കെട്ടാമെങ്കിൽ അവൾക്കെന്താ കെട്ടിയ? നീ കെട്ടാമെങ്കിൽ അവനെന്താ കെട്ടിയ? മീൻ വിൽക്കുന്നവരുടെ മോളെ കെട്ടിയിരുന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ IAS കാരനല്ല കെട്ടേണ്ടത്, MBBS കാരനല്ല കെട്ടേണ്ടത്, അല്ലേ? ചായക്കടയിൽ നിന്ന് അയ്യോ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ചായക്കടയിൽ ജോലി ചെയ്യാൻ കെട്ടാൻ യോഗ്യതയുള്ളവൻ അവളെ കെട്ടട്ടെ. പക്ഷെ അന്യമതത്തിലേക്ക് പോകാൻ പാടില്ല, അന്യമതത്തിലേക്ക് പോകാൻ പാടില്ല. ഏശാവും അതേ തെറ്റ് തന്നെയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ഹിത്യരുടെ 2 സ്ത്രീകളെ കല്യാണം കഴിച്ചു. 35-ാമത്തെ വാക്യം. ഇവർ ഇസ്ഹാക്കിനും റിബേക്കായ്ക്കും മനോവ്യസന കാരണമായി തീർന്നു. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, അമ്മ ഇഷ്ടമുള്ള അന്യമതക്കാരിയെ കെട്ടിയിട്ട് ആരെങ്കിലും സമാധാനത്തോടെ താമസിക്കുന്ന മാതാപിതാക്കന്മാർ സമാധാനത്തോടെ താമസിക്കാൻ എന്നൊക്കെ പറഞ്ഞതാ. അവരുടെയൊക്കെ പോയി ഞാൻ ചിലപ്പോഴൊക്കെ ചില മാസികത്തൊക്കെ വായിച്ചിട്ടുണ്ട്. ഇന്നാരെ കെട്ടി 2 പേരും 2 മതക്കാരെ വളരെ സമാധാനം ഉണ്ടെന്ന് അവർ അതിനകത്ത് പറഞ്ഞു. അത് മാസികക്കാരുടെ ചുമ്മാ പറഞ്ഞ. അവരുടെയൊക്കെ പോയി ചോദിച്ചാട്ടെ, ക്രിസ്ത്യാനിയായ പെൺകുട്ടിയോട് ചോദിച്ചാട്ടെ, ക്രിസ്ത്യാനിയായ പുരുഷനോട് ചോദിച്ചാട്ടെ, നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. ഒരാൾ പറയട്ടെ, എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, എൻ്റെ മക്കളെ അതുപോലെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇത്രയും വെപ്രാളപ്പെട്ട് പറയുന്നറിയാം? ഈ അബദ്ധം കാണിക്കരുത്. ശിംശോൻ കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുത്. ഏശാവ് കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുത്. യഹൂദ കാണിച്ച അബദ്ധം നിങ്ങൾ കാണിക്കരുത്. അന്യമതക്കാരിയായിട്ടുള്ള, അന്യദൈവങ്ങളെ ആരാധിക്കുന്നതായിട്ടുള്ള വേറൊരാളിന് വിവാഹം കഴിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ മനോഹയും ഭാര്യയും മോൻ്റെ പറഞ്ഞു. 3-ാമത്തെ വാക്യം. പൊന്നുമോനെ, അഭിഷക്ത, ദൈവത്തിൻ്റെ സ്വപ്നമേ, അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോവിൻ്റെ ദൈവ കഥകളൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലയോ? എന്നിട്ട് അവനെന്താ പറഞ്ഞു? എനിക്ക് അവളെ എടുത്തു തരണം, എനിക്ക് അവളെ ബോധിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിനകത്ത് ഗെറ്റ് ഹെർ ഫോർ മീ, ഷീ പ്ലീസത്ത് മീ വെൽ. ഒരാളിനെ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ മക്കളും ചെറുപ്പക്കാരായിരിക്കുന്ന സമയത്ത്, കോളേജിൽ പോയ സമയത്ത് ഞാൻ അവരൊക്കെ പറഞ്ഞയച്ചത്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കാണും. അല്ലെങ്കിൽ ജോലി ഓടിക്കാൻ നിങ്ങൾ മാസ്റ്റേഴ്സിനൊക്കെ പഠിക്കുന്നത്, ബാച്ചിലേഴ്സിന് പഠിക്കുന്ന സമയത്തല്ല, മാസ്റ്റേഴ്സിന് പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വന്നിട്ട് എന്തൊക്കെ വിവരം പറയണം. ഞാൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുക, ദൂരെ നിന്ന് സംസാരിക്കുക, അടുക്കാൻ പാടില്ല. പക്ഷെ അവൻ എന്താ പറഞ്ഞു? ഗെറ്റ് ഹെർ ഫോർ മീ. വാശി പിടിക്കാൻ പാടില്ല കേട്ടോ, എനിക്ക് അവളെ തന്നെ വേണം. 5-ാമത്തെ വാക്യം. ശിംശോൻ അപ്പനെയും അമ്മയെയും കൊണ്ടുപോയി. ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ എഴുതിക്കുന്നോ? ദേ വെന്റ് ഡൗൺ. അമ്മയും അപ്പനും. അവൻ പോയത് മാത്രമല്ല, അവരെയും താഴോട്ട് കൊണ്ടുപോയി. നീ അന്യജാതിക്കാരിയെ കെട്ടാൻ പോകുന്ന സമയത്ത്, നീ അന്യജാതിക്കാരനെ കെട്ടാൻ പോകുന്ന സമയത്ത് നീ താഴേക്ക് പോവുകയാണ് കേട്ടോ. യു ആർ ഗോയിങ് ഡൗൺ. 8-ാമത്തെ വാക്യം. അവൻ ചത്തതിനെ കൊന്നു, തൊട്ടു. പാടില്ല. നാസിർ വർദ്ധക്കാരനെ, മരിച്ചതിനെ ഒന്നും തൊടാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒരിക്കൽ താഴോട്ട് പോയാൽ പിന്നെയും താഴേക്ക് പോകാനാണ് സാധ്യത. നീ ഉയരത്തിലേക്ക് പോയാൽ പിന്നെയും ഉയരത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇവൻ ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ഡൗൺ. ഹല്ലേലൂയ. 13-ാമത്തെ അധ്യായം കഴിഞ്ഞു. അവന് ദൈവമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. അവൻ സുഖം തേടി നടക്കുന്നതായിട്ടുള്ള മനുഷ്യൻ, ജഡത്തിൻ്റെ സുഖം തേടി നടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ആയിട്ട് അവൻ തീർന്നു. ഞാൻ എഴുതി വച്ചിരുന്നത് വായിക്കാൻ പോവാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യന്, സ്ത്രീക്ക് വീട്ടുകാര്യം, ബിസിനസ്, സഭാകാര്യം, ദൈവവേല നന്നായി, വളരെ നന്നായി പദ്ധതി ഉണ്ടാക്കി മനോഹരമാക്കാം, അല്ലെങ്കിൽ തകർക്കാം, ദൈവത്തിന് അപമാനം വരുത്താം. അടുത്ത കൊട്ടേഷൻ.
ശിംശോന് കൃപാവരത്തിൻ്റെ അഭാവമില്ലായിരുന്നു, സ്വഭാവ ഗുണത്തിൻ്റെ അഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനെ നശിപ്പിക്കാൻ, അന്ധനാക്കുവാൻ അവ മതിയായിരുന്നു. അടുത്തത്, ശിംശോൻ ഫേമസായി, ഹീറോ ആയി, സന്തോഷവാനായി. പക്ഷെ തുടരെയുള്ള ഭോഷത്വം, ബ്ലണ്ടർ അവനെ നശിപ്പിച്ചു. അടുത്തത്, നിന്റെ ഭാവി ഇന്നത്തെ ദൈവകൽപ്പനയുടെ അനുസരണമെന്ന വ്യാപരിയിൽ തൂങ്ങുന്ന വലിയ കഥകളാണ്. അതിനു പകരം പാപത്തിൻ്റെ തുരുമ്പിച്ച വ്യാപരികളിൽ തൂക്കിയിട്ടാൽ കഥകും പോകും, നീയും പോകും. പിന്നെ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവസ്നേഹമോ ദൈവവചന ധ്യാനമോ യാഗമോ യാഗപീഠമോ അവനിൽ ഇല്ലായിരുന്നു. പിന്നെ അവനിൽ പ്രതികാരേച്ഛ നിറഞ്ഞിരുന്നു. കഷ്ടം. ഇനിയുമുണ്ട് ഒന്നുകൂടെ. ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു, ദൈവാത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തോടു കൂടി അല്ലായിരുന്നു. അവൻ പാപത്തിൻ്റെ വള്ളത്തിൽ ലോക ഇമ്പങ്ങളുടെ തിരമാലകൾ ആടിക്കളിച്ചു. പക്ഷെ ഒടുവിൽ, അതാണ് പ്രധാനം, ഒടുവിൽ ഇതാ ദുഃഖപര്യവസായി ആയി അവസാനിക്കുന്ന യാഥാർത്ഥ്യം. അവൻ്റെ തലയിലെ ജട 7 കളഞ്ഞു. 7 ജടയുണ്ടായിരുന്നു, 7 കളഞ്ഞു. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. വാക്യം 16-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. ചില വേഗത്തിൽ പോവുകയാണ്. പിന്നെ അവൾ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ. അവൻ അറിഞ്ഞില്ല പോയത് കാര്യം. ആര്? ഒരു പന്നപ്പെണ്ണിൻ്റെ മടി കയറി കിടക്കുകയാണ്. അങ്ങനെ വേദോസ് എഴുതിയിരിക്കുന്നത്. ഞാൻ മുമ്പത്തെ പോലെ കുടഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ഫെലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്മയങ്ങൾ കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ ധാന്യം പൊടിച്ചുകൊണ്ട് കിടന്നു. ദൈവം പറഞ്ഞതല്ലേ തലമുടി മുറിക്കരുതെന്ന്. അവൻ്റെ മുടിയിൽ ദൈവകൃപയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്ക് മുടി നീട്ടി വളർത്തണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. അദൃശ്യമായ സഭ, അദൃശ്യമായ കൃപാവരം. 23-ാമത്തെ വാക്യം. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിക്കാനും ഉത്സവം ഘോഷിക്കുവാനും ഒന്നിച്ച് കൂടി വന്നു. നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ, നമ്മുടെ ശത്രുവിനെ, ആ ഹല്ലേലൂയ പറയുന്നവനെ, ആ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവനെ, ആ പ്രൈസ്തലോട് പറയുന്ന സഹോദരിയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ല, നിങ്ങളുടെ ദൈവമല്ല ഏൽപ്പിച്ചത്, അവൻ്റെ പാപമായിരുന്നു. പാപത്തെ നാം ഭയപ്പെടണം. പാപത്തിന് ശക്തിയുണ്ട്. നിൻ്റെ അനുഗ്രഹം, നിൻ്റെ മുടി മുറിച്ചു കളയുവാൻ, നിൻ്റെ അനുഗ്രഹം കവർന്നെടുക്കുവാനുള്ള കഴിവുണ്ട്. നിനക്ക് മോഷ്ടിക്കാനൊക്കും, കള്ളം പറയാനൊക്കും, വൃത്തികേട് കാണിക്കാനൊക്കും, ആരെങ്കിലുമൊക്കെ അടിക്കാൻ ഒക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ നിൻ്റെ മുടി മുറിഞ്ഞു പോയാൽ, നിൻ്റെ അഭിഷേകം പോയാൽ, എൻ്റെ പൊന്നുമോനെ എന്ത് ലാഭം. 24-ാമത്തെ വാക്യം. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മൾ അനേകരെ കൊല്ലുകയും ചെയ്തു. നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. തങ്ങളുടെ ദേവനെ പുകഴ്ത്തി അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്. 25-ാമത്തെ വാക്യം. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിക്കാൻ ശിംശോനെ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നു. വേദനാജനകമായ ഒരു കഥ. ആരായിരുന്നു അവൻ? വലിയ ക്രൂസൈഡിൽ പ്രസംഗിച്ച ആള്. ആരാണ് അവൻ? രോഗികളെ സൗഖ്യമായ മനുഷ്യൻ. ആരാണ് അവൻ? വലിയ 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 കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത് നല്ല സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ. പക്ഷേ ഇവിടെ ഒരു കോമാളിയെ പോലെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്താ കാര്യം? അവൻ അതികായകനാണെന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും. ഭയങ്കര മസിലുള്ള അല്ല, സാധാരണക്കാരൻ. വേദസ്വനാഥ് തെളിവുണ്ട് കേട്ടോ, അവൻ സാധാരണക്കാരൻ. പക്ഷേ അവൻ്റെ കഴിവ് അവൻ്റെ നീളത്തിലായിരുന്നില്ല, അവൻ്റെ കഴിവ് അവൻ്റെ ചങ്കുവിരിവിലായിരുന്നില്ല, അവൻ്റെ ആരോഗ്യം അവൻ്റെ കൈയുടെ മസിലിനകത്തായിരുന്നില്ല. പിന്നെയും അവൻ്റെ 7 ജടകളിലായിരുന്നു. 7 വിളക്ക്, 7 ജട. അവൻ ശോഭിച്ചവൻ ഇതാ കോമാളിയെപ്പോലെ നൃത്തം ചെയ്യുന്നു. 26-ാമത്തെ വാക്യം. ശിംശോൻ തൻ്റെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട്, കൈക്ക് പിടിച്ചോണ്ട് പോകാൻ ഒരു ചെറുക്കൻ, അവനെ വിരളെ പിടിച്ചോണ്ട് പോകണം, വലിയ ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. അവനെ വിളിച്ചുകൊണ്ട് പോയവൻ കൈക്ക് പിടിച്ചുകൊണ്ട ബാലനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരി ഇരിക്കേണ്ടത് ഞാൻ അവനെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അറിയാമായിരുന്നു ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നീ ഏതെങ്കിലും ഒരു വെട്ടിലായിപ്പോയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിനക്കൊരു ലൂപ്പ് ഹോൾ കാണിച്ചു തരും. ദൈവം നിനക്കൊരു ഉപാധി കാണിച്ചു തരും. ദൈവം നിനക്ക് എന്തെങ്കിലും ശത്രുവിൻ്റെ ഒരു ബലഹീനത കാണിച്ചു തരും. നിനക്ക് ജയിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തരും. ഹല്ലേലൂയ. അവൻ കണ്ടു. അവൻ അറിയാമായിരുന്നു ഇവിടെ 2 തൂണുകളുണ്ട്, ഇവിടെ 3000 പേര് ഇരിപ്പുണ്ട്. ഇതൊരവസരമാണ്. ഹല്ലേലൂയ. നീ ഒരു വെട്ടിലായാലും എഴുതിയെടുക്കാം. നീ ഒരു വെട്ടിലായാലും ശരി, അത് വലിയ ഒരു 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 മുഖാന്തരമാക്കി മാറ്റുവാൻ നിനക്ക് കഴിയും.
हालेलुया। ഒരു मौका बना आप मुसीबत में फंस गया फिर भी उस परमेश्वर उसको एक मौका बना सकता है. हालेलुया. വലിയൊരു ലൂപ്പ് ഹോൾ അവന് കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, എനിക്കറിയാം ഇവിടെ 2 തൂണുണ്ട്, എന്നെ കാണിച്ചു തന്നാട്ടെ. ക്ഷേത്രത്തിൽ പുരുഷന്മാരും ഒത്തിരിയായിട്ട് 3000 പേരുണ്ടായി. 28. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണുകൾക്കും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യണം. ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം മാത്രം എൻ്റെ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനും പ്രാർത്ഥിച്ചത് ഓ മൈ ഗോഡ് എന്നാണ്. ഹാലേലൂയ. ഈ ഒരു പ്രാവശ്യം മാത്രം. അവൻ്റെ അമ്മയപ്പന്മാരെ വിട്ടതിന് ശേഷം പറയുന്നത് കേട്ടാണ്. കേട്ടെ, ഗൾഫിൽ പോയി താമസിക്കുന്നവർക്ക് പറയുകയാണ്, ബോംബെയിൽ പോയി താമസിക്കുന്നവർക്ക് പറയുകയാണ്, അമേരിക്കയിൽ പോയി താമസിക്കുന്നവർക്ക് പറയുകയാണ് കേട്ടോ, ഡൽഹിയിൽ വന്ന് താമസിക്കുന്നവർ പറയുകയാണ്. അമ്മയപ്പന്മാരെ വിട്ടതിന് ശേഷം അവൻ്റെ ഭക്തി പോയി, അവൻ്റെ ആരാധന പോയി. അതിനെന്ത് പറ്റി? അവൻ്റെ ജീവിതം പോലും വചനപ്രകാരമല്ല, അവൻ്റെ പ്രാർത്ഥന വചനപ്രകാരമല്ല, ഗോത്രപിതാക്കന്മാർ പഠിപ്പിച്ചതാണ്. അവൻ്റെ അമ്മയും അപ്പൻ വിശുദ്ധന്മാരായിരുന്നു പഠിപ്പിച്ചതാണ്. അവൻ പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാവശ്യം മാത്രം അബ്രഹാം പ്രാർത്ഥിച്ചത്, അമ്മ പഠിപ്പിച്ചത് അവൻ മറന്നുപോയി. യാക്കോബ് പ്രാർത്ഥിച്ചത്, ജോസഫ് പ്രാർത്ഥിച്ചത് അവൻ മറന്നുപോയി. 30-ാമത്തെ വാക്യം, ഞാൻ ഫെലിസ്ത്യരോട് 2 തെറ്റാണ് അവൻ ചെയ്തത്. ഈ ഒരിക്കൽ മാത്രം അവൻ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഞാൻ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കട്ടെ, ഞാൻ മരിക്കാൻ പാടില്ല, ഇനി ഇതുവരെ പറ്റിയ തെറ്റ് എനിക്ക് ഇനി 2ാമത് ഉണ്ടാകത്തില്ല, ഞാൻ ഈ ജനത്തെ നല്ലതുപോലെ ന്യായപാലനം ചെയ്യാം, എനിക്ക് വീണ്ടും അവസരം തന്ന ദീർഘായുസ്സോടെ ജീവിക്കുവാൻ. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, 20 വാക്കിലാണ് അവൻ്റെ പ്രാർത്ഥന. മലയാളത്തിൽ 20 വാക്ക്. ഞാൻ വാച്ചെടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് നോക്കി. 10 സെക്കൻഡ് നേരത്തെ പ്രാർത്ഥന. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനാ ദൂരത്തിലായിരുന്നു. എൻ്റെ ദൈവം നിന്നിൽ നിന്ന് ഒരു പ്രാർത്ഥനാ ദൂരത്തിലാണ്. എങ്ങനെയാണ് പ്രാർത്ഥന? ഓ മൈ ഗോഡ്, നിൻ്റെ ആരാധന നീ പുതുക്കിയെടുക്കാമെങ്കിൽ, നിൻ്റെ വേദപഠനം നീ പുതുക്കിയെടുക്കാമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നീ പുതുക്കിയെടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനാ ദൂരത്തിലാണ് ദൈവം. ഹല്ലേലൂയ. അവർക്കറിയാമോ, ഈ ശിംശോന്റെ ജീവിതകാലത്ത് സമാഗമന കൂടാരം ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. അവൻ അവരെ ആരെയും അന്വേഷിച്ചില്ല. നിങ്ങൾ പോയിരിക്കുന്ന ബോംബെയിൽ, നിങ്ങൾ പോയിരിക്കുന്ന അമേരിക്കയിൽ, നിങ്ങൾ പോയിരിക്കുന്ന സിംഗപ്പൂരിൽ, നിങ്ങൾ പോയിരിക്കുന്ന ദുബായിൽ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ ദൈവദാസന്മാരുണ്ട്, വേദപുസ്തകം പഠിപ്പിക്കുന്നവരുണ്ട്. നിങ്ങൾ പോകണം. ശിംശോൻ പോയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ്റെ അഭിഷേകം പോയി, അവൻ്റെ സന്തോഷം പോയി, അവൻ്റെ പ്രാർത്ഥന പോലും തെറ്റായിട്ടായിരുന്നു. അവൻ്റെ സ്വന്തം പദ്ധതിക്ക് വേണ്ടി ദൈവകൃപ അവൻ സ്വന്തം നേട്ടത്തിന് ഉപയോഗിച്ചു. ദൈവകൃപ അവൻ സ്വന്തം സുഖത്തിന് ഉപയോഗിച്ചു. ദൈവകൃപ നീ പറഞ്ഞ പ്രതികാരം നടത്താനായിട്ട് ഉപയോഗിച്ചു. മുൻകോപം കൊണ്ട് ജനത്തെ നിയന്ത്രിക്കാൻ അവൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ ശത്രുവിൻ്റെ പിടിയിൽപ്പെട്ടു മരിച്ചു. ഹല്ലേലൂയ. 31-ാമത്തെ വാക്യം. ബട്ട് ഗാഡ്, 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. അവൻ മരിച്ചു. ആ കെട്ടിടം വീണു. അവൻ തള്ളിയപ്പോൾ ആ കെട്ടിടം താഴെ വീണു. അവൻ പ്രാർത്ഥിച്ചതിന് അവസാനം മറുപടി കിട്ടി. ആ കെട്ടിടം വീണു. 3000 പേര് മരിച്ചു. അവനും മരിച്ചു. അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും ഒക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോളിൻ്റെ മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അവനെ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ഹല്ലേലൂയ. വളരെ സുന്ദരമായ ഒരു വാക്യം. സുന്ദരം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഹല്ലേലൂയ. അവൻ്റെ അവസാനത്തെ പാരഗ്രാഫ് എഴുതാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് എഴുതുവാൻ പിശാചിന് ദൈവം അവസരം കൊടുത്തില്ല. ദൈവം എഴുതി. എഴുതാത്ത ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഞാൻ കാണിക്കാം. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും വന്നു. അവൻ്റെ പ്രാർത്ഥന തെറ്റിപ്പോയതുകൊണ്ടാണ് അവൻ മരിച്ചത്. അവൻ പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചു. ഒരിക്കൽ കൂടെ മാത്രം ഞാൻ അവരുടെ കൂടെ മരിക്കട്ടെ. അവൻ മരിച്ചു. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. മോശയെ പോലെ, അബ്രഹാമിനെ പോലെ അവൻ ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചു. അവൻ അവരോടൊപ്പം മരിച്ചു. നീ പറയുന്നത് കേട്ടാട്ടെ, അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും കൂടെ വന്നു. വലിയ ആലയമാണ്. അതിൻ്റെ മുകളിൽ വലിയ കല്ലുകൾ കിടക്കുകയാണ്. 10 അടി നീളം 12 അടി വീതിയൊക്കെ ഉള്ള വലിയ കല്ലുകൾ, ഇത്രയും ഘനമുള്ള കല്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ടാകും. അതുപോലുള്ള മണ്ഡപം കണ്ടിട്ടുണ്ട് അവിടെ. അതെല്ലാം കൂടെ താഴെ വീണു. അതിനടിയിൽ കിടക്കുകയാണ്. പപ്പടം പൊടിയുന്ന പോലെ എല്ലാവരും 3000 പേര് പൊടിഞ്ഞ് കിടക്കുകയാണ്. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരെല്ലാം കൂടെ വന്ന കല്ല് മാറ്റാൻ തുടങ്ങി. ഒരു കല്ല് പിടിച്ചാലേ അപ്പുറത്തോടെ പിടിച്ചേ, നമുക്കൊന്ന് പിടിച്ചു പോയി. പിടിച്ചോ, യെല്ലോ നോക്കിക്കേ, ഇവിടെയില്ല. പിന്നെ അടുത്ത അപ്പുറത്ത് പിടിക്കല അവിടുത്തെ പിടിക്കുക. എല്ലാവരും കൂടെ പിടിക്കും. മഴ താഴെ വീഴ കണ്ട പിടിച്ചോ, ചോട് പിടിച്ചാൽ എന്നാ പിടിക്കാം. 1 2 3 പിടിക്കാം. ഇവിടെയില്ല. അവസാനം ഒരിടത്ത് എന്നാ പറഞ്ഞു, ഇത് നമുക്ക് പിടിക്കാം. അത് ശിംശോന. എങ്ങനെ അറിയാം? 3000 പേര് ഇത്രയും വലിയ കല്ല്, 10 അടി നീളം 10 അടി വീതി എന്ന് വിചാരിച്ചോ, ഇത്രയും ഘനമുള്ള കല്ലിനടിയിൽപ്പെട്ട്, മാർബിൾ കല്ലിനടിയിൽപ്പെട്ട് കിടന്നാൽ എങ്ങനെ മനസ്സിലാകും ശിംശോൻ ആരാണോ? എനിക്കറിയാം.
ഈ മണ്ഡപം വീഴുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ശിംശോൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന പാരഗ്രാഫ് എഴുതുവാൻ സ്വർഗസ്ഥനായ ദൈവം പിശാചിന് അവസരം കൊടുത്തില്ല. അവൻ എന്നെ വിജയശ്രീലാളിതനായിട്ട് മരിക്കുവാൻ അവതരിക്കാൻ. അവൻ ചിരിച്ചുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് അവന് മനസ്സിലായി, ഹല്ലേലൂയ, എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാവേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവതി, ശിംശോൻ പ്രസംഗിക്കുന്നത് കേട്ടാട്ടെ. ശിംശോൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, ഹല്ലേലൂയ. ശിംശോൻ, ഞാൻ ശിംശോനൊക്കെ ചോദിക്കാൻ പോവാം. ശിംശോൻ ഒരു പ്രസംഗം പ്രസംഗിച്ചാട്ടെ. നിനക്ക് ദൈവം രണ്ടാമത് ഒരു അവസരം തന്നാൽ നീ അങ്ങനെ ജീവിക്കാം. അവൻ പറയും, ഞാൻ മാതാപിതാക്കൾ പഠിപ്പിച്ച ദൈവത്തെ മാത്രം സേവിക്കും. 2, അഭിഷേകം നഷ്ടപ്പെടുത്തുകയില്ല. 3, അന്യജാതിക്കാരിയെ വിവാഹം കഴിക്കത്തില്ല. 4, ദൈവത്തിൻ്റെ ദാനങ്ങൾ എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കത്തില്ല. 5, പ്രതികാരാച്ഛയമായിട്ട് പ്രവർത്തിക്കത്തില്ല. 6, ഞാൻ വചനം പഠിക്കും, വചനം ആരാധിക്കും, മോശയുടെ 5 പുസ്തകങ്ങളും വായിച്ച് ദൈവകൽപ്പന പഠിക്കും, പാലിക്കും. 7, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ദൈവനാമമഹത്വത്തിനായിട്ട് ജീവിക്കും. നാട്ടിലായാലും ഗൾഫിലായാലും അമേരിക്കയിലായാലും എവിടെയാണ്, അവസാനം ഞാൻ പോഷനായി മരിക്കുവാൻ ഇടയായി തരുന്നില്ല. യാക്കോബ് അന്യനാട്ടിൽ 20 വർഷം ജീവിച്ചു. ജോസഫ് അന്യനാട്ടിൽ 13 വർഷം ജീവിച്ചു. പക്ഷെ അവരുടെ ഭക്തി വിട്ടു കളഞ്ഞില്ല. ആര് പ്രാർത്ഥിക്കും? കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പ്രാർത്ഥിക്കും? കർത്താവേ, ശിംശോന്റെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുകയാണ്. ശിംശോൻ കാണിച്ച പോഷത്വം ഞങ്ങൾ കാണിക്കത്തില്ല. ദൈവകൃപയിൽ ജീവിക്കും, ദൈവനാമത്തിനായിട്ട് ജീവിക്കും. ശിംശോൻ പറയുന്ന 7 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതെ ഞങ്ങളുടെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കും. ആര് തീരുമാനിക്കും? ഞാൻ ഇന്ന് ദൈവവൈതലായി ജീവിക്കും. ഇന്നു മുതൽ ദൈവവൈതലായിട്ട് ജീവിക്കും. ഞാൻ എവിടെ പോയിരുന്നാലും ദൈവത്തിൻ്റെ ആരാധനയും ദൈവത്തിൻ്റെ കൂട്ടായ്മയും ദൈവത്തിൻ്റെ വചനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആര് പറയും? ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു നെഞ്ചത്ത് കൈവച്ചാട്ടെ. ഇന്നു മുതൽ ദൈവവൈതലായി ജീവിക്കും. ശിംശോന് പറ്റിയ അബദ്ധം ഞാൻ കാണിക്കത്തില്ല. ജോസഫിനെ പോലെ, യാക്കോബിനെ പോലെ ഞാൻ എവിടെയായിരുന്നാലും, സ്വന്തം നാട്ടിലായാലും വിദേശത്തായിരുന്നാലും വീട്ടിൽ നിന്ന് ദൂരെയായിരുന്നാലും ഞാൻ ദൈവത്തെ മാത്രം സേവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അങ്ങനെ തീരുമാനമെടുത്തവരെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.